ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഡീസ വ്ളോഗ്സ്. ഗായ്സ് നമ്മൾ ഇന്ന് എവിടെയാ വന്ന് നിക്കണെന്ന് അറിയോ? നമ്മുടെ പരിപാടിയാണ്. ഓൾറെഡി ഞങ്ങളുടെ ലവ് മാരേജ് ആണ്. ലവ് മാരേജ് ആയിരുന്നു അല്ലേ? എങ്ങനെയാ നിങ്ങളുടെ ലവ് സ്റ്റാർട്ട് ചെയ്തത്? നമുക്ക് ഇങ്ങനെ ലവ് കഥകളൊക്കെ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിതൊക്കെ മറ്റേ സെലിബ്രിറ്റീസിന് മാത്രം കണ്ടിട്ടുള്ളൂ. എനിക്ക് ഇഷ്ടമായി. നിങ്ങൾ സെലിബ്രിറ്റീസ് അല്ലേ? അങ്ങനെ പറയും. എന്നെ കാണാൻ വേണ്ടി നിന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അതന്നെയൊക്കെ ആയിരിക്കും കുറച്ചുകൂടി നല്ല ഇത്രയും പോപ്പുലാരിറ്റി കിട്ടാനായിട്ടുള്ള കാരണം. പോപ്പുലാരിറ്റി എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു നെഗറ്റീവ് ക്യാപ്ഷൻ ഇട്ട് നോക്കിക്കേ, ആൾക്കാർ കാണും. എന്താ അറിയണേ, എന്താ ഉണ്ടാവണേന്ന് അറിയാൻ വേണ്ടിട്ട്. വഴിതെറ്റി വന്നതാണോ അതോ യൂട്യൂബിലേക്ക് ആവണം എന്ന് പറഞ്ഞ് വന്നതാണോ? ഷൻ വ്ലോഗ്സിന്റെ വീഡിയോ കണ്ടിട്ട് സാൻഡപ്പ് ചെയ്തു. അത് ഇവർ രണ്ടുപേരും ചെയ്യണപ്പോ നമ്മളും കൂടി ചെയ്തു. മനസ്സ് അങ്ങോട്ട് തുറക്കാൻ പറ്റണില്ല. നിങ്ങളെ മനസ്സോറ ഞങ്ങള് കാണട്ടെ. മനസ്സ് തുറന്ന് കാണിക്കി. പൊന്നെ മോനെ, ഞാൻ പരീക്ഷയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നില്ല, ഞാൻ ഒരു പഠിപ്പിയാണ്. ഞാൻ വിചാരിച്ചു ഒക്കെല്ലാം കണ്ടുകൊടുക്ക കഴിഞ്ഞു, ഒക്കെ ഫോളോവേഴ്സും പോവും, ഒക്കെ പോന്ന് വിചാരിച്ചു. പക്ഷെ അത് ഉണ്ടായില്ലേ. അത് ഞാൻ ചേട്ടന് ക്രെഡിറ്റ് കൊടുക്കുന്നു. അതെ, സത്യം. ഹായ് എവരിവൺ, മൂവി വേൾഡ് മീഡിയയുടെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ള ആളുകൾ ഫാമിലി വ്ളോഗും ലൈഫ് സ്റ്റൈൽ വ്ളോഗിലൂടെയൊക്കെ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്ക് യൂട്യൂബ് ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് എന്നോടൊപ്പം ഉള്ളത്. ഡീസ വ്ളോഗ്സ്. എല്ലാരും മനസ്സിൽ കൈയടിക്കുന്നുണ്ട്. അതെ, എന്താണ് ഡീസ വ്ളോഗ്സ്? യൂട്യൂബ് ചാനൽ DSAB. എൻ്റെ വീട്ടിലത്തെ ആയാലും അതുപോലെ സ്റ്റെപ്ജാന്റെ വീട്ടിലത്തെ ആയാലും എല്ലാവരുടെ പേരുകളുടെ ഫസ്റ്റ് ലെറ്റർ തുടങ്ങുന്നത് ഇതാണ്. ഡി ഞാൻ, എൻ്റെ അപ്പൻ്റെ പേര് ഡേവിസ് എന്നാണ്, സ്റ്റെപ്ജാന്റെ അമ്മച്ചിയുടെ പേര് ഡെയ്സി എന്നാണ്. അപ്പൊ 3 ഡി വന്നു. എസ് സ്റ്റെബി, സ്റ്റെബിയുടെ പെങ്ങളുടെ പേര് സ്റ്റെജി, അപ്പൊ 2 S വന്നു. എ അന്ന, അതെന്റെ അനിയത്തി, അവൾക്ക് മാത്രമുള്ള എ. ബി അത് എൻ്റെ അമ്മയുടെ പേര് ബീന, സ്റ്റെബിയുടെ അപ്പന്റെ പേര് ബാബു, അപ്പൊ 2 ബി വന്നു. ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് ഡീസ. ഇത് ആരെ പേരിട്ട്? ഞാൻ തന്നെ. അല്ല, കല്യാണത്തിന് മുന്നല്ലേ ഈ പേരിട്ടത്? അപ്പളേ അറിയായിരുന്നു? അല്ലല്ല, എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ പിന്നെ ഓൾറെഡി ഞങ്ങളുടെ ലവ് മാരേജ് ആണ്. ലവ് മാരേജ് ആയിരുന്നു അല്ലേ? ലവ് മാരേജ് ആണ്. ഇതോടുകൂടി 9 വർഷം. ഈ 18ഓട് കൂടി 9ാമത്തെ വർഷം. 9 വർഷമായി. 5 വർഷം കല്യാണത്തിന് മുന്നേ പ്രേമിച്ചിട്ട് പിന്നെ കല്യാണം കഴിച്ചു. ഓ, അടിപൊളി അടിപൊളി. ആ ലവ് ലൈഫ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ലതായിരുന്നു. അത് ആക്കി പറയണ പോലൊരു എല്ലാവരും അങ്ങനെ തന്നെയാ പറയാ. കല്യാണത്തിന് മുന്നേ വളരെ രസമായിരുന്നു, വളരെ എന്താ പറയാ, ഭയങ്കര അടിപൊളിയായിരുന്നു. കല്യാണത്തിന് ശേഷം വളരെ അടിപൊളിയാന്ന് പറയണവര് വളരെ കുറച്ചുണ്ടാവുള്ളൂ. നമുക്ക് പിന്നെ വളരെ അടിപൊളിയല്ല എന്നാ വളരെ മോശമല്ല, രണ്ടിന്റെ ഇടയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രേമിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരവാദിത്തങ്ങളോ റെസ്പോൺസിബിലിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ കൂടുതൽ വരും, അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ. അതല്ലാതെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല, ദൈവം സഹായിച്ചൊന്നുമില്ല ഇതുവരെ. ഒന്നുമില്ല. ഇത് കഴിഞ്ഞുണ്ടോന്ന് അറിഞ്ഞൂടാ, ഇത് കഴിഞ്ഞുണ്ടാവോന്ന് അറിയത്തില്ല. അതെ, എന്നൊന്നും പറയരുത്, നമ്മള് തൃശ്ശൂർകാരാണല്ലോ, അതിന്റെ ഒരു പേടിയുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഇന്റർവ്യൂ വരെ കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടാവുന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. എങ്ങനെയാ നിങ്ങളുടെ ലവ് സ്റ്റാർട്ട് ചെയ്തത്? നമുക്ക് ഇങ്ങനെ ലവ് കഥകളൊക്കെ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ലവ് കഥകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നീ പറഞ്ഞു. ഞാൻ പറയാം. ഞാൻ പ്ലസ് 2 പഠിക്കുന്നു, ഗവൺമെന്റ് സ്കൂൾ ഒല്ലൂര്. അപ്പൊ അവിടെ ആ സെയിം കോമ്പൗണ്ടിൽ തന്നെ ഡിഗ്രിക്ക് പുതിയ കോളേജ് വരാണ്, ഗവൺമെന്റ് പുതിയ കോളേജ് വരാണ്. അവിടെ ഉമ്മൻചാണ്ടി സാറ് കാരണം ഞങ്ങളുടെ കല്യാണം നടന്നെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ ഗവൺമെന്റ് കോളേജ് വേണം എന്നുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒല്ലൂര് ഗവൺമെന്റ് ആർട്സ് കോളേജ് വന്നത്. ഫസ്റ്റ് ബാച്ചായിട്ട് ഞങ്ങൾ കയറിയത്. അവിടെ +2 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനാഗ്രേഷൻ ഫംഗ്ഷനിൽ ഇവള് ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ കോളേജിന്റെ ഇനാഗ്രേഷൻ. അപ്പോഴാണ് ഫസ്റ്റ് ഞാൻ ഇവളെന്നെ കാണുന്നത്. അത് കണ്ടു. അപ്പൊ ഞാൻ കണ്ടൊന്നുമില്ല. പക്ഷെ പിറ്റേ ദിവസം ആള് പിന്നെ അങ്ങനെ ആയിരുന്നു. ഞാൻ എന്നെ കാണാൻ വേണ്ടി നിന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അവിടെ എല്ലാ പെൺപിള്ളേരും നോക്കി നിൽക്കണ്ടായിരുന്നു. അത് പിന്നെയാണ് നമുക്ക് മനസ്സിലായത്. നമ്മള് മണ്ടി
എങ്ങനെ ആയിപ്പോയി. നമ്മളത് അങ്ങനെ ആലോചിച്ചു പോയി, എന്നെ കാണാൻ വേണ്ടി നിക്കാണെന്ന് ഞാൻ ആലോചിച്ചു പോയി. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അത് ചേട്ടന്റെ ബുദ്ധി. സത്യം അങ്ങനെ തന്നെയാണ്. പിന്നെ അറിവില്ലാത്ത പ്രായമായിരുന്നില്ല. അറിവില്ലാത്ത പ്രായം. നമുക്കും അറിവില്ലാത്ത പ്രായമല്ലേ? അല്ലല്ല, അത് ഡിപ്ലോമ കഴിഞ്ഞ് 21 വയസ്സിൽ അങ്ങോട്ട് വന്ന ഒരറിവില്ലാത്ത പ്രായമല്ല, നല്ല അറിവുള്ള പ്രായം തന്നെയാണ്. ഞാൻ അറിവില്ലാത്ത പ്രായം സത്യമാണ്. എനിക്ക് 17 വയസ്സായിട്ടുണ്ട്. 17 അപ്പൊ ആ ഒരു ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല. ഒരാളിങ്ങനെ കാണാനൊക്കെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ അതന്നെ ഉണ്ടായുള്ളൂ. പക്ഷെ അതില് പിന്നെ അങ്ങോട്ട് ഇവിടെ വരെ എത്തി. വീട്ടുകാരൊക്കെ സമ്മതിച്ചായിരുന്നു കല്യാണത്തിന്? അങ്ങനെ നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല തോന്നുന്നില്ലേ? അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഒരേ കാസ്റ്റ്, ഒരേ റിലീജിയൻ. അപ്പൊ കാസ്റ്റ്, റിലീജിയൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ അഥവാ വേറെ ആണെങ്കിലും കൂടെ എന്റെ വീട്ടുകാർ ലിബറൽ ആയിരുന്നു, അവർ സമ്മതിക്കുമായിരുന്നു. നോ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് ആൾക്ക് ഞങ്ങൾക്ക് അഫയർ ആണെന്നുള്ളത് വീട്ടിൽ അറിയില്ലല്ലോ. ഇപ്പൊ ഹാപ്പി ആയില്ലേ രണ്ടുപേരും? ഇനി ഇപ്പൊ കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. കോണ്ടന്റ് ക്രിയേറ്റർ, യൂട്യൂബർ, അങ്ങനെയാണ് അറിയാം. അതിന് പുറമെ നിങ്ങളുടെ പ്രൊഫഷൻ ഒക്കെ എന്താണ്? പ്രൊഫഷൻ ഇവള് പഠിച്ചേക്കണത് എഞ്ചിനീയറിംഗ് ആണ്. ആഹാ, എഞ്ചിനീയറിംഗ് പഠിച്ചേക്കാണ്. സാധാരണ കേൾക്കും ഇവിടുന്ന് ഒരു കല്ലിട്ട ഏതെങ്കിലും എഞ്ചിനീയറിംഗ് തലയിലേ പോകുന്നു. ഞാൻ +2 കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞു. ഡിപ്ലോമ പോളിടെക്നിക് പോയിട്ടുണ്ടായിരുന്നു, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അത് 2015 തൊട്ട് 2018 വരെ. അത് കഴിഞ്ഞ് ഞാൻ നേരെ ജോബിനാണ് പോയത്. കോയമ്പത്തൂരായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, ആൽസ്റ്റോമിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. മെട്രോ ട്രെയിനിന്റെ മാനുഫാക്ചറേഴ്സ് ആണ്, നമ്മുടെ കൊച്ചി മെട്രോ അവരുടെയാണ്, ആൽസ്റ്റോമിന്റെയാണ്. അപ്പൊ അവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്ന് നേരെ റിസൈൻ ചെയ്ത് നേരെ ബിടെക്കിന് പോയി. 2022 പാസ് ഔട്ടായി. പക്ഷെ അപ്പോഴേക്കും അതിന്റെ ഇടയിൽ എന്റെ കല്യാണം കഴിഞ്ഞു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു 2020 കല്യാണം കഴിഞ്ഞു. 22 ആയിരുന്നു പാസ് ഔട്ട് ആയത്. കല്യാണം കഴിഞ്ഞു കൊറോണ ടൈമിലായിരുന്നു, നമുക്ക് കൊറോണ ബാച്ച് ആയിരുന്നു നമ്മുടെ. ആ സമയത്തായിരുന്നു മാരേജും, ആ സമയത്ത് തന്നെയായിരുന്നു പീക്കിൽ നിൽക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ മാരേജ്. പിന്നെ അത് കഴിഞ്ഞ് പാസ് ഔട്ട് ആയതിനു ശേഷം എനിക്ക് ഉണ്ണിയായി. അപ്പൊ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഇത്ര നാളായിട്ട്. ഇനി അവനൊരു സെറ്റായിട്ട് നമുക്ക് ജോലിക്ക് പോകും. എന്തായാലും ജോലിക്ക് പോവാ. അപ്പൊ ഈ യൂട്യൂബ് എന്നുള്ളതല്ല അൾട്ടിമേറ്റ്, അങ്ങനെയല്ല. അല്ലല്ല, നിങ്ങൾക്ക് ഒരു പാഷൻ ആണോ? യൂട്യൂബും മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ എന്തായാലും നടപടിയായിട്ട് പോകില്ല. ഇത് നമുക്കൊരു സൈഡ്, അതായത് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള ഒരു രീതിക്ക് നമ്മൾ പോകുന്നു. അല്ലാതെ അതൊരു പ്രൊഫഷൻ ആയിട്ട് കൊണ്ടു നടക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ഓക്കെ, എന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിപ്ലോമ കഴിഞ്ഞു, 3 ഇയർ ഡിപ്ലോമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജില് ഡിപ്ലോമ 3 ഇയർ കഴിഞ്ഞു. അതിനുശേഷം ഡിഗ്രി 3 ഇയർ ഗവൺമെന്റ് ആർട്സ് കോളേജില്. അതിനുശേഷം MBA. അതിനുശേഷം ഞാൻ ഇത്രയൊന്നും പറയണ്ട, ഞാൻ മറ്റേ ഇന്റർവ്യൂ ഇവള് തുടക്കം തൊട്ട് പറഞ്ഞാൽ ഞാനും പറയണ്ടെന്ന് വെച്ചിട്ട് പറയണതല്ലേ. പറഞ്ഞോ. ഡിഗ്രി കഴിഞ്ഞു, നേരെ ആൾ ഖത്തറിലേക്ക് പോയി, അവിടെ വർക്ക് ചെയ്തു. പണി പോയി തിരിച്ച് നാട്ടിൽ വന്നു. അതിനുശേഷം MBA ചെയ്യാൻ വേണ്ടി പാരീസിൽ പോയി. പിന്നെ ഇപ്പൊ പാരീസിൽ തന്നെയാണ്. പാരീസിൽ കഴിഞ്ഞ് പിന്നെ ഇപ്പൊ എഡ്യൂക്കേഷൻ ഫീൽഡിലായിട്ടാണ് ആള് വർക്ക് ചെയ്യുന്നത്. പ്രൊഫഷൻ അതാണ്, ഇതല്ല പ്രൊഫഷൻ. നമ്മുടെ അടുത്ത് പറയാനുള്ള കാരണം ഇതാണ്. നമ്മൾ യൂട്യൂബിന്റെ വീഡിയോസ് ഇടുമ്പോൾ അടിയിൽ നമുക്ക് വരാറുണ്ട് കമന്റ്സ്, നിങ്ങൾക്ക് വേറെ പണിക്കൊക്കെ പക്ഷെ നമുക്ക് ശരിക്കും വേറെ പണികളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ സൈഡായിട്ട് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിക്ക് നമ്മൾ ചെയ്യണമെന്നുള്ളൂ. അല്ലാണ്ട് നമുക്ക് പണികളുണ്ട്, നമുക്ക് പണിയുണ്ട്. നമ്മൾ വെറുതെ ഇരുന്നിട്ടല്ല, നമുക്ക് പണിയുണ്ട്, ഇഷ്ടംപോലെ പണികളുണ്ട്. തിരക്കുള്ള 2 പേരാണ്. അയ്യോ അങ്ങനെ വളരെ തിരക്കുള്ള ആളുകളാണ്. അപ്പൊ ഇതില് ഇത്രയും ഞങ്ങളുടെ ഈ ഒരു പരിപാടിക്ക് വന്നതിൽ 2 പേരോട് താങ്ക്സ് പറയുന്നു. ഞങ്ങള് നോട്ടഡ് ആയിട്ടുള്ള 2 ആളുകളാണ്. നോട്ടഡ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണ്. അപ്പൊ ഞാൻ പൊന്നൂസിനോട് പറഞ്ഞു, നമ്മള് ഭയങ്കര നോട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നോട്ടപ്പുള്ളികളാ. നിങ്ങൾ എന്താ അങ്ങോട്ട് വിളിക്കുന്ന പൊന്നൂസ്ന്നോ? അങ്ങോട്ട് പൊന്നൂസ്ന്നോ വിളിക്കുന്നത്? സ്നേഹം കൂടുമ്പോൾ, ദേഷ്യം വരുമ്പോൾ സ്റ്റെബി. ഇല്ല, എന്നെ ഡിന്നി. ചില സമയത്ത് തെറിയൊക്കെ വിളിക്കും. അങ്ങനല്ല, ഡിന്നി എന്ന് വിളിക്കും. അതെ, ഞാൻ സ്റ്റെബി എന്ന് വിളിക്കും. അല്ല, അതല്ല ഇനിണ്ടെങ്കിൽ തെറി വിളിക്കും. ഞാൻ കേട്ടോ ആള് വിളിക്കും, തെറി വിളിക്കും.
അയ്യോ തൃശ്ശൂർ സ്ലാങ്ങില് പറയണില്ല, അതെ, അത് പറയാൻ പറ്റില്ല. പറ്റില്ല. കറക്റ്റ് നമ്മള് നിങ്ങൾ തൃശ്ശൂർ എവിടെ? എന്റെ വീട് ഒല്ലൂരാണ്, ചാലക്കുടി. ചാലക്കുടി കാടുകുറ്റിയില്. കാടുകുറ്റിയില് സ്ഥലല്ലേ? സ്ഥലത്തിന്റെ പേര് ചാലക്കുടി കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു നേരത്തെ കാട്ടിലാന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് കളിയാക്കി. സ്ഥലത്തിന്റെ പേരാണ് കാടുകുറ്റി. അതെ, പിന്നെ എന്നെ കെട്ടിച്ചേക്കണത് അങ്ങോട്ട്, ഞാൻ പ്രോപ്പർ ഒല്ലൂര്. അപ്പൊ ചേട്ടന്റെ വീട്ടില് ആരൊക്കെ ഉണ്ട്? അപ്പനമ്മ, അനിയത്തിണ്ടായിരുന്നു, അനിയത്തിയുടെ മാരേജ് കഴിഞ്ഞു, അവള് സൗദിയിലാ. പിന്നെ വേറൊരു വലിയ വിശേഷം ഉണ്ണി ഉണ്ട് ഇപ്പൊ, ചോദിക്കാൻ പറഞ്ഞത് പറഞ്ഞില്ലല്ലോ നിങ്ങള്. ഉണ്ണി എന്റെ വീട്ടില്, ഇപ്പൊ എന്റെ വീട്ടിലുണ്ട്. അപ്പന്റെ അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് പോന്നേക്കാണ്. 9 month old അല്ലേ? എന്താ 9 month old അല്ലേ? ആ 9 month old. ഞാൻ അയ്യന്തോളെന്നാ കേട്ടോ. അയ്യന്തോൾ എന്റെ വീട്. എന്താ പറഞ്ഞു ചേട്ടന് അയ്യന്തോള് പറയണേ? 9 month old. അവൻ 9 മാസം തുടങ്ങി. അപ്പൊ അവൻ വീട്ടിലാണ്. ചെറിയ അലമ്പൊക്കെ ഉണ്ടാക്കും ഉറങ്ങണ സമയത്ത്. അവന് എന്നെ ആവശ്യം വരും, ഉറങ്ങാൻ വേണ്ടി മാത്രം ആവശ്യമുള്ളൂ, അല്ലാത്ത സമയത്തൊന്നും കുഴപ്പമൊന്നുമില്ല. ആരെ കൂടുതൽ അച്ഛൻ കുട്ടിയാണോ? അങ്ങനെയാണോ? അങ്ങനെ ടൈം പീരീഡ് ആയിട്ടില്ല. ആയിട്ടില്ല, എനിക്കറിയില്ല. ഇല്ല അതെ അതെ അതെ, അങ്ങനെ അറിയാനായിട്ടില്ല. പക്ഷെ അവന് അപ്പനും അമ്മേനൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങി. അപ്പൊ ഇപ്പൊ ഞാൻ ഇല്ലാണ്ടായി കഴിഞ്ഞാല് കരയുണ്ട്, ഞാൻ പോണ കണ്ടു കഴിഞ്ഞാൽ കരയുണ്ട്. അപ്പൊ ഉണ്ണിയുള്ള സമയത്ത് നിങ്ങളെ വീഡിയോ എടുക്കലൊക്കെ എങ്ങനെയൊക്കെ? ഉണ്ണി ഉണ്ടല്ലോ, ഉണ്ണീനെയും കാണിക്കും. അപ്പൊ അത് മാനേജ് ചെയ്യാനായിട്ട് വീഡിയോ എടുക്കണ സമയത്ത് നമുക്ക് കുഴപ്പമില്ല, മുമ്പത്തെ അത്രയും ഫ്രീ ആയിട്ട് പറ്റില്ല. ഇപ്പൊ ഒന്നും പറ്റില്ല, ചെറിയ ലിമിറ്റേഷൻ ഉണ്ട് ഉണ്ണി ഉണ്ടെങ്കിൽ. പിന്നെ ഉറങ്ങണ ടൈമിലൊക്കെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉറങ്ങണ ടൈമിൽ ഗ്യാപ്പൊക്കെ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉണ്ണിനെ ആരെങ്കിലും ഏൽപ്പിക്കണം. അങ്ങനെ അമ്മച്ചി നോക്കും, അമ്മച്ചിയുള്ള സമയത്ത് അമ്മച്ചി, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ അപ്പനമ്മേനെ ഏൽപ്പിക്കുക. അപ്പൊ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യും. അല്ലെങ്കിൽ അവസാനാണെങ്കിൽ അവൻ ഉറങ്ങി ഒരു വിധാകുമ്പോ ഞാൻ രാത്രി പുലർച്ചയ്ക്ക് കേട്ടിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്യും. അല്ല പിന്നെ നമുക്ക് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാന്ന് പറയുന്നത് അങ്ങനെ വലിയ ഫോട്ടോഷോപ്പും കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത് ജോയിൻ ഫോട്ടോഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ രീതിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ വീഡിയോ എടുക്കുന്നു, ജസ്റ്റ് ജോയിൻ ചെയ്തിടുന്നു. അല്ലാണ്ട് നമ്മളങ്ങനെ ഈ നമ്മൾ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്നതല്ലേ, നമ്മള് നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പകർത്തുക, അത്രേ ഉള്ളൂ. നിങ്ങൾ ഞങ്ങളെ കാണിക്കുന്നു, ഞങ്ങളത് ഇഷ്ടപ്പെട്ട് നിങ്ങളെ കാണുന്നു. ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ അടിയിൽ തെറി വിളിക്കുന്നു, കമന്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണ് ശരിക്കും കാണാനായിട്ട് അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല. പക്ഷെ ഇഷ്ടമാവണ ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അഫ്കോഴ്സ് ഒബിയസ്ലി ഇപ്പൊ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ വീഡിയോസും കാര്യം ഇടുമ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. ഇഷ്ടപ്പെടാത്ത ആൾക്കാരിൽ അവർക്ക് തോന്നുന്ന കമന്റ് ചെയ്യും, ഇഷ്ടപ്പെടുന്ന ആൾക്കാരിൽ തോന്നുന്ന കമന്റ് ചെയ്യും, അത്രേ ഉള്ളൂ. എന്തായാലും നമ്മള് നല്ല കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അല്ലാത്ത കാര്യം ജസ്റ്റ് ഇഗ്നോർ ചെയ്ത്. നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആൾക്കാർ കാണാറുണ്ട്, വീഡിയോ കാണാറുണ്ട്, അതൊക്കെ ഭയങ്കര സന്തോഷം. എവിടെ പോയി കഴിയുമ്പോൾ കാണുന്നുണ്ടല്ലോ, അറിയണ്ടല്ലോ, അത് മതി. ചില ആൾക്കാർ കണ്ടു കഴിഞ്ഞിട്ട് പറയാൻ മടിയായിട്ട് ചിലപ്പം ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് യൂട്യൂബിനകത്ത് കമന്റ്സ് കണ്ടു. ചിലർക്ക് പറയാൻ വന്ന് ബുദ്ധിമുട്ടായിരിക്കും. അതെ, മടി ഉണ്ടാവും. ചില ഇൻട്രോവേർട്സ് ആൾക്കാരുകളൊക്കെ അതിപ്പോ ഞാനായാലും അങ്ങനെ തന്നെയാ. ഞാനിപ്പോ ഒരു സെലിബ്രിറ്റീനെ കണ്ടെന്ന് വിചാരിക്കും, ഞാൻ അവരുടെ അടുത്ത് പോയി സംസാരിക്കില്ല. ഇല്ല, ഞാൻ അതും ചെയ്യില്ല. കാരണം അവര് ചിലപ്പോ തിരക്കിലോ അങ്ങനെ എന്തൊക്കെ നിക്കണ ആൾക്കാരായിരിക്കും. അത് വിചാരിച്ചു ഞാൻ തിരക്കിലായിട്ട് എന്നോട് വന്ന് മിണ്ടോണ്ട് എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ മിണ്ടില്ല, ആളിങ്ങനെ നോക്കി നിൽക്കും. ഞാൻ ഫോട്ടോ ഒന്നും എടുക്കുന്നില്ല. അവരത്രയും തിരക്കുള്ള ആൾക്കാരാ. നമ്മൾ എന്തിനാ സത്യമായിട്ട് ഞാൻ മനസ്സുള്ള ഒരാളെയാണോ ചേട്ടാ? ഇല്ല, ഇങ്ങനെ കളിയാക്കുന്നേ ഞാൻ എല്ലാ കാര്യം കളിയാക്കാറില്ല. സത്യമായിട്ട് ഞാൻ ക്യാമറ ഓണാക്കണ ചീത്ത പറഞ്ഞ. അതെ, ക്യാമറയുടെ പിന്നിൽ കുറെ കാര്യങ്ങളോടെ പറഞ്ഞിരുന്നു ഗൈസ്, നിങ്ങളത് കണ്ടിട്ടില്ല. ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾ വേറെ ആൾക്കാരാണ്. പക്ഷെ എനിക്ക് പറയാം, നമ്മളുടെ ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ആണ്. ഇപ്പൊ ചുറ്റും ക്യാമറ ഇരിക്കുമ്പോ മനസ്സങ്ങോട്ട് തുറക്കാൻ പറ്റണില്ല. നിങ്ങള് മനസ്സ് തുറ, ഞങ്ങള് കാണട്ടെ. ഇത് മതി. ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോ നാട്ടുകാര് നമ്മളോട് പറയും ഇത് പറയൂ. എന്ത് നാട്ടായിരുന്നു
നാട്ടുകാരൊന്നും അങ്ങനെ പറയില്ല. അതാ ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് നാട്ടുകാരും ഇല്ല നമ്മള് ഇതാണ് നമ്മുടെ നോർമൽ ഇതാണ്. പിന്നെ ഇത് ചെറിയൊരു ഇത് പിടിച്ചിട്ടുണ്ട്. പിടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ക്യാമറയ്ക്ക് പിന്നിൽ ഇവരിങ്ങനെയല്ല. നമ്മളുടെ ക്യാമറ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കംഫർട്ട് ആവും. അത് ആർക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും അതുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ നമ്മളുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതേട്ടാ എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ല രസമുണ്ട് കാണാൻ. അതായത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞിരുന്നില്ല, നമ്മളെ കുറെ ആൾക്കാരല്ല ഒരു 2-3 ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങൾ നമുക്ക് പോകാനൊന്നും പറ്റിയില്ല. ഇപ്പോഴാണ് ടൈം വന്നത്. അതെ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അതെ അതെ, അത് നിങ്ങൾ എന്റെ ഇന്റർവ്യൂലാണ് ആദ്യമായിട്ട് വരുന്നത്. ഓ ഹാപ്പി ഗൈസ്, ഞങ്ങൾക്ക് ഇന്റർവ്യൂ എടുക്കാൻ പറ്റും. ഞങ്ങൾക്ക് വളരെ സന്തോഷം. വർഷം നമ്മളുടെ ഇന്റർവ്യൂ എടുത്തിട്ട് നമുക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷം. അത് തൃശ്ശൂർക്കാരല്ലേ? അത്ര നേരം തൃശ്ശൂർ സ്ലാങ്ങിലൊന്നും മിണ്ടായിരുന്ന കുട്ടിയാ. നേരത്തെ പറഞ്ഞിട്ടില്ലേ? അല്ല, തൃശ്ശൂർ സ്ലാങ് എനിക്ക് എപ്പോഴും വരാറില്ല സത്യത്തിൽ. പിന്നെ ചില ഇവിടെയല്ലേ കൊച്ചിയിലല്ലേ ബേസ് ചെയ്ത് പഠിച്ചിട്ടും ഇത് കാണുന്ന എന്റെ കൂടെ പഠിച്ചോരും ഇവിടെ ഇവിടെ പഠിച്ചെന്നാ പറയുന്നത് ചോദിക്കും. അല്ല, നമ്മള് പുറത്തല്ലേ, ഇങ്ങനെ തൃശ്ശൂർ തന്നെ നിൽക്കല്ലോ. പിന്നെ നമ്മള് എപ്പോഴും വേറെ ആളുകളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട്. ഇവരൊക്കെ ഏതൊക്കെയോ ജില്ലകളിലാണ്. കർണാടക മുതല് ശ്രീലങ്ക വരെയുള്ളവർ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇരിക്കട്ടെ, അപ്പൊ നമുക്ക് എന്താ എല്ലാവരും സ്ലാങ് കിട്ടും. ഏത് അങ്ങനെ കൃത്യ സ്ലാങ് ഒന്നുമില്ല. പിന്നെ നിങ്ങളുടെ സംസാരിക്കുമ്പോ ഇടയ്ക്ക് കാരണം കുറെ സ്ഥലത്തുള്ള ആളുകൾ ഇരുന്ന് സംസാരിക്കുമ്പോ ഒബ്വിയസ്ലി വരും. പക്ഷെ ഞങ്ങളുടെ സ്ലാങ്ങിനേക്കാൾ എക്സാക്ട് തൃശ്ശൂർ ടൗണിലുള്ള ഒരു വേറെ സ്ലാങ് കേട്ടോ. അതെ, ഞാൻ എക്സാക്ട് ടൗൺ അല്ലേ? അങ്ങനെയല്ല, ഞാൻ തൃശ്ശൂരിന്റെ ഹൃദയഭാഗത്തല്ലേ? അല്ല, അതല്ല, ഇച്ചിരി കൂടി ഉള്ളിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ പുത്തമ്പള്ളിയുടെ സൈഡൊക്കെ ഉണ്ടല്ലോ, അവര് കറക്റ്റ് ആയിട്ട് പറയും. അവരൊക്കെ പക്ക തൃശ്ശൂർ സ്ലാങ്. പക്ഷെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വരില്ല. തൃശ്ശൂരാന്ന് പറയും. സിനിമയിലൊക്കെ കാണുന്ന തൃശ്ശൂർ സ്ലാങ് ഉണ്ടല്ലോ, എന്തിട്ടാ ചെവി എന്നൊക്കെ ചോദിക്കണത്. അതൊന്നും നമ്മുടെ ഭാഗത്ത് അത് ശരിക്കുള്ളതാട്ടോ. പക്ഷെ അങ്ങനെ സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഇപ്പൊ അതിനെ വിളിച്ച് എന്ത് ചെവി എന്ന് ചോദിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കാറുണ്ട്. ഇപ്പൊ അങ്ങനെ ഇന്റർവ്യൂ അങ്ങോട്ട് കിട്ടിരുന്ന് ചോദിക്കാം. ഇല്ല, അത് ചോദിക്കില്ല. അല്ല, ഇവിടെ ഫോണൊക്കെ വിളിക്കുമ്പോൾ ആരെങ്കിലും വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട്. എന്റെ കസിനൊക്കെ ചോദിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ പറയാൻ കൊള്ളാത്തോണ്ടാ പറയാത്തെ. നമ്മള് വീട്ടിലൊക്കെ പറയാറുണ്ടല്ലോ. അത് നിങ്ങൾ വീഡിയോ പറയാൻ പറ്റില്ലല്ലോ. സ്വന്തമായിട്ട് ചാനലിൽ ഇരുന്നിട്ട് പറയുന്ന പോലെയല്ല ഞാൻ ഇന്റർവ്യൂ എടുക്കുമ്പോ തെറി വിളിച്ച് വിളിക്കുന്നത്. അതേശം നമുക്ക് തെറിയല്ല അല്ലെ, നമ്മളത് ഓമനത്വം കൊണ്ട് വിളിക്കുന്നത്. ഇഷ്ടമുള്ളവരാണ്. അതിനും കമന്റ്സുകൾ അങ്ങനെയൊക്കെ വരാറുണ്ട്. ചില സ്ഥലങ്ങളിൽ പശു, പശുക്കുട്ടിനെ വിളിക്കണ, ഉണ്ണിനെ വിളിക്കണത്. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് കിടാവ് എന്ന് പറഞ്ഞ കുട്ടി. നമുക്ക് പിന്നെ അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ. കേട്ട് ചിരിച്ചത് അങ്ങനെയാണല്ലോ. നമ്മളത് ഞങ്ങള് അവന്റെ കിടാവ് അങ്ങനെ അങ്ങനെ കേട്ടിട്ടുണ്ട്. നിങ്ങള് പ്രേമിക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കൂട്ടുകാരന്മാര് വിളിക്കും, മറ്റേ കിടാവനെ കാണാൻ പോവാ. അങ്ങനെ പറയാം. അപ്പൊ നിങ്ങളുടെ കുറെ വീഡിയോസ് ഞാൻ കണ്ടിരിക്കുന്നത് ഫുഡിന്റെ ആണ് വീഡിയോസ് ഇഷ്ടംമാതിരി കണ്ടിരിക്കുന്നത്. ഞാൻ അത് കണ്ടിട്ടാണ് കൂടുതൽ ശ്രദ്ധിച്ചത്. അത് ഞാൻ ഫുഡ് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണോ ഈ ഫുഡ് വീഡിയോ തന്നെ ചെയ്യണം അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വീഡിയോ എടുത്താണോ അതോ നോർമൽ എടുത്താണോ? അല്ലല്ല, അന്ന് ആ സമയത്ത് എന്തിനാന്നറിയോ, ഫുഡ് വീഡിയോ ഇങ്ങനെ കാണിക്കണ കുറെ ചാനൽസ് ഉണ്ടായിരുന്നല്ലോ. ഇന്ന് രാവിലെ ഫുഡ് അല്ല ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് കഴിച്ചത്, ഇന്ന് ഇത് അങ്ങനെ കുറെ വീഡിയോസ് കുറെ ആൾക്കാർ കാണിക്കാറുണ്ട്. അപ്പൊ നമുക്കും നമുക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം അങ്ങനെ ഒരു വീഡിയോ എടുത്തു. സാധാരണ നോർമലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് നമ്മുടെ വീഡിയോസിൽ വരാറ്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ കാണിക്കണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കണം. അതിന് മാത്രം സെപ്പറേറ്റ് ഷോർട്സ് എടുത്ത് റീൽസ് എടുത്ത് കാണിക്കണം, അത്രേ ഉള്ളൂ. ഭയങ്കര റീച്ച്. അത് ഒരൊറ്റ അങ്ങനെ ഒരു വീഡിയോ കേട്ടോ പെട്ടെന്ന് ഒരു റീച്ച് വന്നു ഇൻസ്റ്റഗ്രാമിൽ, പെട്ടെന്ന് കയറി. അപ്പൊ അതേ പിന്നെയാണ് ഇൻസ്റ്റഗ്രാമിലും ഫുഡ് അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ്. അത് നല്ല റീച്ച് വരുന്ന മേഖലയാണ്. ഫുഡ് എല്ലാവർക്കും ഇഷ്ടമാണതാണ്. ഇപ്പോഴും അതെ, ഫുഡിന്റെ ഒഴിച്ച് വേറെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ റീച്ച് ഉണ്ടാവില്ല. റീച്ച് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഫുഡിന് പക്ഷെ നല്ല റീച്ച് വരും. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് യൂട്യൂബിലായാലും അത് ഇതിലും ആയാലും അതെ. പക്ഷെ നിങ്ങളെ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണോ അങ്ങനെ തന്നെ ഇരുന്ന് പറയും. അതായത് ഒരു മേക്കപ്പ് ഇല്ല, പിന്നെ മറ്റേ ഇങ്ങനെ സ്ക്രിപ്റ്റഡ് അല്ല. ഞാൻ ഉദ്ദേശിച്ചത് സ്ക്രിപ്റ്റ് അല്ല എന്നുള്ള മേക്കപ്പിന്റെ അതല്ല, മനസ്സിലായി. ചില പ്രൊമോഷൻസ് ഒക്കെ വരുമ്പോ എന്നോ ഒരു
ഏതൊരു ബ്രാൻഡിന്റെ പേര് പറയണില്ല, ഒരു ബ്രാൻഡിന്റെ പ്രൊമോഷൻ വന്ന് സാധാരണ ചെയ്തു. അതൊരു ബ്യൂട്ടി പ്രൊഡക്റ്റിന്റെ ആയിരുന്നു. അപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് അറ്റ്ലീസ്റ്റ് മുടിയെങ്കിലും ഒന്ന് കെട്ടി നമുക്ക് അങ്ങനെ ചെയ്ത് ശീലമില്ല. നമ്മൾ എന്ത് വന്നു കഴിഞ്ഞാല് എന്ത് പ്രൊമോഷൻ വന്നു കഴിഞ്ഞാലും നമ്മൾ എന്നിട്ട് പറയും, നമ്മൾ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ പോയി പറയും. പക്ഷെ ഇതൊരു ബ്യൂട്ടി ബ്രാൻഡ് ആയ കാരണം കൊണ്ട് അവർ നമ്മൾ പറഞ്ഞു ആ മുടി ഒന്ന് കെട്ടി വെച്ചിട്ടെങ്കിലും പറയുന്നത്. അത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു തോന്നുന്നു അല്ലേ, ചെയ്യണ സമയത്ത് ഞാൻ പ്രഗ്നന്റും ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഇത് അല്ലാണ്ട് നമുക്ക് അങ്ങനെ സ്ക്രിപ്റ്റഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലല്ലോ. നമ്മുടെ ലൈഫിൽ എന്താണോ അത് നമ്മൾ കാണിക്കലല്ലേ. അതന്നെയൊക്കെ ആയിരിക്കും കുറച്ചുകൂടി നല്ല ഇത്രയും പോപ്പുലാരിറ്റി കിട്ടാനായിട്ടുള്ള കാരണം. പോപ്പുലാരിറ്റിയോ പോപ്പുലാരിറ്റി അല്ല, കുറച്ച് ആൾക്കാരെങ്കിലും അറിയുന്നുണ്ട്. അതുകൊണ്ട് പോപ്പുലർ എന്ന് പറയാനൊന്നും ഇല്ല, കുറച്ച് ആൾക്കാരെങ്കിലും അറിയുന്നുണ്ട്. അതെ, അത് മതി, അത് പറഞ്ഞാൽ മതി. അത്യാവശ്യം കുറച്ച് ആൾക്കാർ, കുറച്ച് പേര് സ്നേഹിക്കപ്പെടാനുള്ള കാരണമൊക്കെ അതൊക്കെ തന്നെ ആയിരിക്കും. സന്തോഷമായില്ലേ? ഇനി നിങ്ങളുടെ ആദ്യം എടുത്ത വീഡിയോ എന്തായിരുന്നു? യൂട്യൂബ്. ഈ യൂട്യൂബിലേക്ക് വരാനുണ്ടായിട്ടുള്ള റീസൺ വഴിതെറ്റി വന്നതാണോ അതോ യൂട്യൂബിലേക്ക് ആവണം എന്ന് പറഞ്ഞ വന്നതാണോ? യൂട്യൂബിലേക്ക് എനിക്ക് അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനാണ് ആദ്യം വീഡിയോ എടുത്ത് തുടങ്ങിയത് കല്യാണത്തിനൊക്കെ മുൻപ്. കല്യാണത്തിന് ഒരു കൊല്ലം മുന്നേ 2020 ജൂൺ 2020ലാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. 2020 കല്യാണമായിരുന്നു. അത് നവംബർ 29 ഒരു വർഷം മുമ്പ്. സോറി, നവംബർ 29 കല്യാണം. ജൂൺ 21 ഞാൻ എന്റെ ആദ്യത്തെ വീഡിയോ ഇട്ടു. അതെന്താ കൊറോണ പീക്കിൽ നിൽക്കണ സമയ. അപ്പൊ നമ്മളെന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കാം. എന്റെ ഫ്രണ്ട്സ് ഒക്കെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അത് എന്താ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, അവർ തുടങ്ങി. അപ്പൊ എനിക്കും ഭയങ്കര ആഗ്രഹം, എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് കർത്താവേ ഞാനും തുടങ്ങാൻ പോവാന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തു. അത് എന്റെ ചേട്ടനുണ്ടായിരുന്നു. എന്റെ ചേട്ടനെ ഞാൻ വിളിച്ചു, വായ ചേട്ടാ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാ, എനിക്കൊരു വീഡിയോ എടുത്തായി എന്ന് പറഞ്ഞിട്ട് ചേട്ടനെ ഞാൻ വിളിച്ചു. ബെഞ്ച ചേട്ടൻ എന്റെ കസിനാണ്. ആള് വന്നു. ആളെന്റെ വീട് തൊട്ടടുത്താ. അപ്പൊ ആള് വന്നു. എന്റെ കയ്യിൽ ഒരു ഐഫോൺ ഉണ്ട്, 6 ഉണ്ട്. അത് സ്റ്റീവ് തന്നതാണ്, എൻഗേജ്മെന്റ് സമയത്ത് തന്നതാണ്. അതിന് മുന്നേ എൻഗേജ്മെന്റ് സമയത്തിന് മുന്നേ നമ്മുടെ വീട്ടുകാരായിട്ട് ഇല്ല, എൻഗേജ്മെന്റിന് മുന്നേ വീട്ടുകാരായിട്ട് ഓർപ്പിച്ചപ്പോ എനിക്ക് തന്ന ഫോണാണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. അതാണ് എന്റെ ആദ്യത്തെ വീഡിയോ. അതെന്നിട്ടാ ഒന്നുമില്ല, വീടിന്റെ പിന്നിൽ കുറെ പൂച്ചകളുണ്ട്, ചവാലി പൂച്ചകളാണ്. എന്റെ പൂച്ചകൾ തന്നെയാണ്, സ്വന്തമായിട്ട് നോക്കി വളർത്തുന്ന പൂച്ചകൾ. സ്വന്തമായിട്ട് നോക്കി വളർത്തുന്നതില് അയൽവക്കക്കാരും കളയാനുള്ള ആവശ്യമുള്ള ആൾക്കാരുകളൊക്കെ ഇവരുടെ വീണ്ടും പുറത്തുകൊണ്ടിടും. ഇവളുടെ അപ്പനെ ഒക്കെ കൊണ്ട് വീട്ടിൽ കൊണ്ടിടും. എന്റെ അപ്പൻ പാടത്തുനിന്നൊക്കെ പൂച്ചേനെ എടുത്തിട്ട് വരാറ്. പട്ടീനെ പട്ടീനെ അങ്ങനെ തന്നെ കിട്ടിയത്, തൊട്ടപ്പുറത്ത് കിട്ടിയത്. റോട്ടി കൂടെ പിടിച്ചു നടന്നുകൊണ്ടിരുന്ന പട്ടീനെ ഞങ്ങൾ വളർത്തിയതാണ്. അതെ. അപ്പൊ ആ പൂച്ച വീട് എന്ന് പറഞ്ഞൊരു വീടാണ് ഞാൻ ആദ്യം ഇട്ടത്. അതെന്നിട്ടാ ഈ പൂച്ചയുടെ പേര് ഇത്, ഈ പൂച്ചയുടെ പേര് ഇത്. എന്റെ പൂച്ചകൾക്ക് വെറൈറ്റി പേരുകളാ. എന്റെ പൂച്ചകൾക്ക് ഭയങ്കര വെറൈറ്റി പേരുകളാ. ഒന്ന് മൂദേവി, ഒരു പൂച്ചയുടെ പേരായിരുന്നു. പിന്നെ ഒരു കുഞ്ഞി, ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ പൂച്ചകൾ. പിന്നെ പെരിച്ചാഴി, അങ്ങനത്തെ കുറെ പൂച്ചകളുണ്ട്. അങ്ങനെയൊക്കെ ഇരുന്ന പേരുകള്. അത് ഞാൻ പറഞ്ഞ് ഇതൊക്കെയാണ് എന്റെ പൂച്ചകൾ എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടു. അതായിരുന്നു എന്റെ ആദ്യത്തെ വീഡിയോ. പക്ഷെ എനിക്ക് എന്ത് ഭയങ്കര സന്തോഷമായി. ഞാനത് ഇട്ടപ്പോ ഞാൻ യൂട്യൂബർ ആയല്ലോ എന്നുള്ള സന്തോഷം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എന്റെ ആദ്യത്തെ വീഡിയോ. ഞാൻ ചോദിക്കട്ടെ, ഈ പൂച്ചകളപ്പോ ഈ പേരൊക്കെ വിളിക്കും അങ്ങനെ പറയും? എനിക്കുണ്ടായിരുന്നു, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോയി. അതുകൊണ്ട് ഇല്ല അവര് വരും. ഒരു ഇവിടെ വേണേലും ഓടി വരും. ഒന്ന് വാതിൽ ഇറക്കണ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ മതി, ഓടി വരും. അല്ലെങ്കിൽ പേരെന്തെങ്കിലും വിളിച്ചാൽ ഓടി വരും അവരൊക്കെ. പൂച്ചേനെയാണോ കൂടുതൽ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല. ഇത് പൂച്ച ഇങ്ങനെ വന്നത് ആദ്യം ആകെ ഒരു പൂച്ച ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് ആകെ കൂടി ആദ്യം. പിന്നെ അവള് പെറ്റ് വന്നതാണ് ഈ പൂച്ചകളൊക്കെ. ഇപ്പൊ 3 മണി സമയത്ത് തീറ്റ കൊടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വേറെ അതിർത്തിന്നൊക്കെ ആൾക്കാരുടെ വരും. പല ബാച്ചായിട്ടാ. 3 മണിയാകുമ്പോ ആദ്യം അകത്ത്, പിന്നെ 3:30 ആകുമ്പോ പുറത്ത് വേറെ ബാച്ച്. അത് പുറത്തുനിന്നുള്ളവര് പറഞ്ഞതാ. അത് അപ്പനാണ് ശീലിച്ചത്. ഇവിടെ വീട്ടിലുള്ള പൂച്ചകൾക്ക് തീറ്റ കൊടുക്കും. പൂച്ചക്ക് സാധാരണ നമ്മള് വീട്ടിലുള്ള ബാലൻസ് ഫുഡ് ഒക്കെ അല്ലേ, ഇവിടെ അങ്ങനെയല്ല. അതിന് വേണ്ടിട്ട് സ്പെഷ്യലായിട്ട് ഫുഡ് മേടിക്കുക, മീൻ മേടിക്കുക, ക്യാറ്റ് ഫുഡ്, ഇതൊക്കെയാണ് കൊടുക്കണത്. അതൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ട് ഒരു മെനയാവണില്ല ഒറ്റകൾ. അതാണ് ഏറ്റവും വലിയ കാര്യം. എന്റെ അപ്പന്റെ പൈസ കുറെ പോവാന്നല്ലാണ്ട് എന്റെ വീട്ടിലത്തെ പൂച്ചകൾ ഒരു മെനയാവണില്ല. അതിനു വേണ്ടി
പുറമേന്ന് വന്ന് തിന്നണവരുണ്ട്. അവർ ഭയങ്കര സിംഗങ്ങളുടെ പോലെ ഇങ്ങനെ ഇരിക്കും. സിംഗങ്ങളെ പോലെ ആ അങ്ങനെ ഉണ്ടപ്പന്മാരായിട്ടിരിക്കും. ഇവറ്റുകൾ ഇങ്ങനെ ഉണങ്ങി വരും. അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്കതിന് പരിഹരിക്കാം. ഒരു വെറ്റിനറി പോയിട്ട് കാണിക്ക് എന്റെ ഇല്ല, അവർക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അവര് മറ്റേ ലൂസ് മോഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് വരയുടെ മരുന്ന് കൊടുക്കൽ അങ്ങനെയൊക്കെ ഉണ്ട്. അതെ, അങ്ങനെയൊക്കെ ഉണ്ട്. എന്റെ അപ്പൻ അതൊക്കെ ചെയ്തോളൂ. ഞാൻ വിളിച്ചങ്ങോട്ട് പോകും. ഞാനിപ്പോ ഇവിടെ അല്ലേ, നാട്ടിക്ക് ഞാൻ പോകുമ്പോ ആളിങ്ങനെ ഇങ്ങനെ ഇരിക്കണ്ട. എന്നെ കണ്ട ആൾ അപ്പ എഴുന്നേറ്റ് പോകും. എഴുന്നേറ്റ് പോയിട്ട് ഒരു സ്ഥലത്ത് ബഹുമാനം കൊണ്ടല്ല, ഇങ്ങനെ വന്ന് ശല്യം വന്ന് പിടിച്ച് ഉമ്മയ്ക്കും. നമുക്ക് കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇതിനെ കാണുന്നേ, മനസ്സിലാവില്ലെന്നേ. അങ്ങനെ അല്ലാട്ടോ, അങ്ങനെ പറഞ്ഞു സ്നേഹം ഇല്ലാന്ന് പറഞ്ഞാൽ എനിക്കൊരു വേണ്ട വന്ന ടൈമില് ആ ക്യാറ്റിന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് ഭയങ്കരമായിട്ട്. ഇപ്പൊ ഞാൻ 8 മണിക്ക് എഴുന്നേക്കാണെങ്കിൽ 10 മണി വരെ ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ ആള് വന്ന് വിളിക്കും, മിയോ മിയോ എന്ന് വിളിക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഉറക്കത്തിൽ ഇപ്പൊ നമ്മുടെ ഏതോ ഉറക്കത്തിലൊക്കെ നമ്മൾ ഓളിടൊക്കെ വെച്ചാൽ ആള് വന്ന് തട്ടി വിളിക്കും. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഇപ്പോൾ പല ആളുകളും പറയണേക്കാം പൂച്ചകൾക്ക് ആ സ്നേഹമില്ല, അതെനിക്കറിയില്ല. പക്ഷെ ഞാൻ വളർത്തുന്ന ആൾക്ക് നല്ല സ്നേഹം. ഇങ്ങനത്തെ കോഷ്ടികൾ ഉണ്ടെന്ന് മാത്രം. നമ്മുടെ പൂച്ചകൾക്ക് സ്നേഹമൊന്നുമില്ല. ആണോ? അല്ല, അങ്ങനെയല്ല, എല്ലാവർക്കും സ്നേഹം ഉണ്ടോ? സ്നേഹമൊന്നുമില്ല. അവറ്റകളെ വീട്ടിൽ കയറ്റാറില്ല, പുറത്തിട്ടിട്ടാ വളർത്തണത്. വീട്ടിൽ കയറ്റി കഴിഞ്ഞാൽ കുറെ ഉണ്ടല്ലോ. അപ്പൊ എല്ലാവരും കൂടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ രോമൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവൾ പുറത്താടാറ്. പക്ഷെ പുറത്തിട്ടാൽ അതിന്റെ സ്നേഹമൊന്നും കാണിക്കൊന്നുമില്ല. ഫുഡ് കഴിക്കുന്ന സമയത്ത് നേരിട്ട് ഇങ്ങോട്ട് വരും, അത്രേ ഉള്ളൂ. ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ നമ്മൾ തമ്മിൽ. അതായത് ഞങ്ങളെ പൂച്ചകളും തമ്മിൽ. ഞങ്ങള് തമ്മിൽ ഈ ബന്ധമൊക്കെ തന്നെയാണ്. ഒരു വൈകാരിക ബന്ധം, ഉള്ളിലൊരു സ്നേഹമുണ്ട്, ബന്ധങ്ങളുണ്ട്. അത് വീട്ടിന്റെ ഉള്ളിലായ കാരണം പുറത്തു പോയി കൊടുക്കും ചന്തക്ക് എവിടെ പോണേന്ന് ചോദിച്ചിട്ട്. ഇവിടെ അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. പിന്നെ പുറത്ത് പോവില്ലേ, നമ്മൾ പൂച്ചക്കഥ മാത്രമേ. നമ്മുടെ വിഷയത്തിന് തെങ്ങി അയ്യോ പറ. നമ്മൾ എന്നിട്ട് അങ്ങനെ പൂച്ച വീടാണ് ആദ്യം ഇട്ടത്. അതാണ് ആദ്യത്തെ റീച്ച്. ആദ്യം വന്ന വീഡിയോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആഴ്ചയിൽ ഒരിക്കലും വീഡിയോ ഇടാറുള്ളൂ. പിന്നെ വീഡിയോ ഇട്ടത് അലുവയും മത്തിക്കറിയും. അലുവ നമ്മള് മത്തിക്കറിയുടെ കൂടെ കഴിച്ചു. അതാണ് രണ്ടാമത്തെ വീഡിയോ. പിന്നെ അവിടെ അതന്നെ ഒരു കോംബോ ടെസ്റ്റ് ചെയ്ത്. പിന്നെ അവിടെ നിങ്ങൾ ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്, അല്ലാണ്ട് വേറെ ഒന്നല്ല. പിന്നെ ഒരു ട്രെൻഡ് വന്നതാണ് ആ കൊറോണ സമയത്ത്. കുറെ നമ്മുടെ സെലിബ്രിറ്റീസിന്റെ വീടുകൾ കാണിക്കണ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ, ഇല്ലേ? ഇത് കേൾക്കാണ് വെയിറ്റ് ചെയ്ത്. അതെ, സെലിബ്രിറ്റീസിന്റെ ട്രെൻഡ് കാണിക്കണ ഒരു വീട് ട്രെൻഡ് ഉണ്ടായിരുന്നു. സോറി, വീട് കാണിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അത് തുടങ്ങി ഞാൻ എന്ത് ചെയ്തെന്നറിയോ? ആദ്യം ഞാൻ പോയിട്ട് എടുത്ത വീട് ടോവിനോന്റെ ആയിരുന്നു. ടോവിനോന്റെ വീട് എടുത്തതോടുകൂടി കുറച്ച് റീച്ച് വന്നു, കുറച്ച്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ടോവിനോ ഉണ്ടായിരുന്നു. ഞാൻ 2-3 പ്രാവശ്യം പോയി അങ്ങോട്ട്. ടോവിനോ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ടോവിനോ പുറത്തേക്ക് വന്നില്ല. ആള് ഉറങ്ങാന്നൊക്കെ പറഞ്ഞു. 4 വർഷം മുന്നേ 2020 ആള് ഉറങ്ങാന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മള് പിന്നെ ശല്യപ്പെടുത്താൻ പോയില്ലേ. ഓക്കെ, ആള് അല്ലെങ്കിൽ തന്നെ ഒരു ലാലേട്ടൻ വന്നാൽ പോലും ശല്യപ്പെടുത്തണ്ടെന്ന് മാറിപ്പോണ ആളാ. ആയിക്കോട്ടെ, വേണ്ട, ഉറങ്ങിക്കോട്ടെ. ഉറങ്ങാത്ത സമയം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് 3 പ്രാവശ്യം പോയി. അതെ. പക്ഷെ അല്ലല്ല, ആളുണ്ടായിരുന്നു. 2ാമത്തെ പ്രാവശ്യം പോയപ്പോ ആള് വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ വന്നില്ല, എന്തോ കൊറോണ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വന്നില്ല. ഓക്കെ, വരണ്ട. പിറ്റേ ദിവസവും ഞങ്ങൾ പോയി, ഒരു നാളില്ലാണ്ട് പോയി. അപ്പോഴും ആളവിടെ ഉണ്ടായിരുന്നു, പക്ഷെ പുറത്തേക്ക് വന്നില്ല. ഓക്കെ, വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മള് പോയി. അതിന്റെ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇട്ടപ്പോഴാണ് ഇച്ചിരി റീച്ച് വന്നത്. പിന്നെ ഇടയ്ക്ക് അങ്ങനത്തെ വീഡിയോസ് ഇട്ടു തുടങ്ങി. അപ്പൊ കുറച്ച് റീച്ച് വന്നു. 2 മാസത്തില് വീഡിയോ. ശരിക്കും ആ വീഡിയോക്ക് നല്ല റീച്ച് ശരിക്കും വന്നേ. അവിടെ നിന്ന് അങ്ങോട്ട് ദൃശ്യയുടെ വീട്ടിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹാപ്പി വെഡിങ് ഉണ്ടല്ലോ, അവിടേക്ക് പോയപ്പോ ദൃശ്യനെ ഞങ്ങൾ കണ്ടു. അതിന്റെ ഉള്ളില്, അതായത് വീഡിയോയില് ദൃശ്യനെ കാണിച്ചു. അവിടെ ഞങ്ങള് ഭയങ്കര റീച്ചായി. ആ വീഡിയോക്കാണ് ഏറ്റവും 1 lakh ഏറ്റവും ആദ്യം വ്യൂസ് കിട്ടിയത്. അതെ. ഞാൻ നാട്ടിലൊന്നും ഇല്ല, ഞാൻ പാരീസിലാണ്. അപ്പം ആ ടൈമിൽ ഇവള് വിളിച്ച് എനിക്ക് പറഞ്ഞു, ദൃശ്യയുടെ വീട്ടിൽ ചെന്നപ്പോ ദൃശ്യ ഭയങ്കര ഹാപ്പി. അല്ല, ഇവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവര് ഭയങ്കര സംസാരിക്കാനായാലും ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാനും ദൃശ്യയുടെ അമ്മയായാലും ഓരോരോ കാര്യങ്ങൾ വീട്ടില് കൊറോണയുടെ ടൈം ആണെങ്കിൽ കൂടി ഞങ്ങള് വിശന്ന് പോയി. ഞാൻ അപ്പനും കൂടി ഇട്ടാ വീഡിയോ എടുക്കാൻ പോവാറ്. അപ്പനും വീട്ടിൽ വെറുതിരിക്കാണല്ലോ, അപ്പന് വേറെ പണിയൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ നമുക്ക് ഇങ്ങനെ പോവാം, എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോ അതിനെന്താ വായോ പോവാ എന്ന് പറഞ്ഞിട്ട് അപ്പം വരും കൂടെ. അന്ന് ദൃശ്യയുടെ വീട്ടിൽ പോയപ്പോ അത്രയും വിശന്നിരിക്കണ സമയത്ത് ദൃശ്യയുടെ അമ്മ ഞങ്ങൾക്ക് ജ്യൂസ് തന്നു. വിശക്കാന്ന് ഞങ്ങൾ പറഞ്ഞില്ല, എന്നാലും ആള് ജ്യൂസ് തന്നു. ജ്യൂസൊക്കെ തന്ന ആള് അവര് കുറെ സംസാരിച്ച് അവര് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതേ പിന്നെ സംഭവം റീച്ച് ആയി തുടങ്ങിയെന്നുണ്ടെങ്കിലും കൂടി ദൃശ്യയുടെ വീട് തൊട്ട്
ഞങ്ങൾ അങ്ങോട്ട് നല്ലപോലെ റീച്ച് ആയി തുടങ്ങി. 2 മാസത്തിൽ നമുക്ക് ആ മോണിറ്റൈസ് ആവും ടൈമിലാണ് ചെയ്തു. മറ്റേ ഇവരൊക്കെ വീഡിയോ ചെയ്തോണ്ടിരുന്നത്. അവരുടെ വീഡിയോ കണ്ടിട്ട് നീ ചെയ്തായിരുന്നല്ലേ? വേറെ 2 ചേട്ടന്മാർ, ഷെറിൻസ് വ്ലോഗ്, അതുപോലെ ട്രാവലിസ്റ്റ്, സാൻഡപ്പൻ ചേട്ടൻ. അപ്പൊ അവരൊക്കെയാണോ ഇൻസ്പയർ ചെയ്തത്? അതെ 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 അവർ തന്നെയാണ്. ഷെറിൻ വ്ലോഗ്സിന്റെ വീഡിയോ കണ്ടിട്ട് സാൻഡപ്പൻ ചെയ്തു. അത് ഇവർ രണ്ടുപേരും ചെയ്യണപ്പോ നമ്മളും കൂടി ചെയ്തു. അതെ. അപ്പൊ ഇത് ഞാൻ മാത്രമാണല്ലോ പെൺകുട്ടിയായിട്ട് ഇത് ചെയ്യണേന്ന് പറഞ്ഞിട്ട് ഷെറിൻ ചേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സാൻഡപ്പൻ ചേട്ടൻ എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും എന്നെ വിളിച്ചു. ഷെറിൻ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് വായ നമുക്ക് സാൻഡപ്പൻ ചേട്ടന്റെ വീട്ടിലേക്ക് പോവാം, എന്നിട്ട് അവിടെ നമുക്ക് ഒന്ന് മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ആളെന്നെ വിളിച്ചു. ഓ സന്തോഷമായിട്ട് എന്താ പോവാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും കൂടി ആളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വീഡിയോയും കൂടി പിന്നെ വന്നു. പിന്നെ അവിടെ നിങ്ങളുടെ ഫോളോവേഴ്സ് കുറച്ചും കൂടി കൂടി തുടങ്ങി. ഒരു കൊളാബ് പോലെ ഞങ്ങൾ ചെയ്തപ്പോൾ പെട്ടെന്ന് കൂടി തുടങ്ങി യൂട്യൂബില്. പിന്നെ അവിടെ ഞങ്ങളുടെ നേരെ ആ ഒരു ട്രെൻഡ് കുറെ നാൾ നമുക്ക് പോവില്ലാന്ന് നമുക്ക് തന്നെ അറിയായിരുന്നു. അത് കഴിഞ്ഞാൽ അത് ട്രെൻഡ് ഔട്ട് ആയി. നമുക്ക് പിന്നെ എത്ര പേരുടെ വീട്ടിലേക്ക് ഇതുപോലെ പിന്നെ കമന്റ്സ് ഒക്കെ ആൾക്കാരെ അതിൽ മാത്രം കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പോണെന്നൊക്കെ കമന്റ്സുകൾ. പിന്നെ ഞാൻ തിരിച്ച് അവരോട് ഉണ്ടായിട്ട് അല്ല പുറത്തേക്ക് വരുന്നില്ല. അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റും? എനിക്ക് മതിൽ പിടിച്ച് ചാടാനോ മതിൽ കയറാനോ ഒന്നും നമുക്ക് പറ്റില്ല. അതെ. അപ്പൊ പിന്നെ അതെന്തായാലും കുറെ നാൾ പോവില്ല എന്ന് നമുക്ക് അറിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാണ് പെട്ടെന്ന് മാരേജും കാര്യങ്ങളൊക്കെ വന്നത്. മാരേജ് കഴിഞ്ഞപ്പോ നേരെ നമ്മൾ ലൈഫ് സ്റ്റൈലിലേക്ക് പോന്നു. പക്ഷെ നമുക്ക് ഒരു ഇതുണ്ടായി. ഞാൻ വിചാരിച്ചു കല്യാണം കഴിഞ്ഞു ഒക്കെ ഫോളോവേഴ്സും ഒക്കെ പോന്ന് വിചാരിച്ചു. പക്ഷെ അത് ഉണ്ടായില്ല. അത് ഞാൻ ചേട്ടന് ക്രെഡിറ്റ് കൊടുക്കുന്നു. അതെ സത്യം. ചേട്ടൻ മാത്രം സപ്പോർട്ട് ചെയ്തോണ്ട് അല്ല പിന്നെ അല്ല അങ്ങനെയല്ല. കപ്പിൾ വ്ലോഗ്സ് അല്ല യൂട്യൂബ് ചാനൽ തുടങ്ങാനും ആണെങ്കിൽ കൂടി ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നായിരുന്നേ. അവൾക്ക് ഇൻട്രസ്റ്റ് മടിയാണെന്നല്ലേ? അല്ല ആ ടൈമിൽ മടി ഉണ്ടായിരുന്നില്ല. ഞാൻ എൻകറേജ് ചെയ്തോണ്ടിരുന്ന മടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനാണോ പഠിച്ചെന്ന് പറഞ്ഞാക്കുന്നത്? അല്ല അന്ന് മടി ഉണ്ടായിരുന്നില്ല. അന്ന് നമുക്ക് തുടങ്ങാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പോഴാണെങ്കിൽ പിന്നെ സിറ്റുവേഷൻസ് ഇങ്ങനെ ആയതുകൊണ്ട് ഉണ്ണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ള മടിയാണ് കിട്ടാത്തോണ്ടുള്ള. അന്ന് ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തു തുടങ്ങിയത്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ ലൈഫ് സ്റ്റൈൽ തന്നെ. അപ്പോഴും കുറെ ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞു പണ്ടത്തെ വീഡിയോസ് ആയിരുന്നു രസം, ഇപ്പോഴത്തെ വീഡിയോ ഫുള്ള് വീടിന്റെ ഉള്ളിലത്തെ കാര്യങ്ങളാണ് കാണിക്കണേന്നൊക്കെ പറഞ്ഞു. പിന്നെ ലൈഫ് സ്റ്റൈലിൽ പിന്നെ ഞാൻ എന്താ കാണിക്കണ്ടേ? വേറെ എന്തെങ്കിലും കാണിക്കാൻ പറ്റും? പിന്നെ ഒരു കാര്യം എന്നുള്ളത് ഈ ഭയങ്കര എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യണ വീഡിയോസിനൊന്നും നമുക്ക് റീച്ച് ഇല്ല. അത് കണ്ടു നോക്കിയാൽ അത് നമുക്കറിയാം എങ്ങനെയാന്നുള്ളത്. എന്നാൽ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി കാര്യങ്ങൾ കാണിക്കുമ്പോൾ ആൾക്കാർ കുറെ കാണുന്നുണ്ട്. എന്തെങ്കിലും ഒരു നെഗറ്റീവ് ക്യാപ്ഷൻ ഇട്ട് നോക്കിക്കേ, ആൾക്കാർ കാണും. എന്താ അറിയണേ, എന്താ ഉണ്ടാവണേന്ന് അറിയാൻ വേണ്ടിട്ട്. ആ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആരായാലും അങ്ങനെ. നമ്മളായാലും അങ്ങനെ തന്നെ. ഒരു നെഗറ്റീവ് ക്യാപ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ കയറി കാണും. അതാണ്. ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറില്ലേ? ഞാൻ വായിക്കാറില്ല. കമന്റ്സുകളൊക്കെ വരാറുണ്ട്. അത് ഞാൻ പറഞ്ഞു, നമ്മള് വീഡിയോസ് ഒക്കെ ഇടുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ്. നമ്മള് വീട്ടുകാർ മാത്രം കാണാനല്ലല്ലോ ഇടുന്നത്. അപ്പൊ ഓഫ്കോഴ്സ് നല്ലത് പറഞ്ഞ ആൾക്കാർ നല്ലത് പറയും, പൊട്ട പറഞ്ഞ ആൾക്കാർ പൊട്ട പറയും. നല്ലത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, അല്ലാത്ത ഇഗ്നോർ ചെയ്തു. എല്ലാം വായിക്കാറില്ല. എന്നാൽ ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ ഞാൻ ഗ്യാപ്പ് പോലെ വായിക്കാറുണ്ട്. എനിക്ക് തോന്നാണെന്നൊക്കെ ഞാൻ ഒരു ഹാർട്ട് കൊടുത്ത് വിടും. റിപ്ലൈ കൊടുക്കാൻ തോന്നുന്നു റിപ്ലൈ കൊടുത്ത് വിടും. അല്ലാത്ത നെഗറ്റീവ് ആണെന്ന് തോന്നുന്നതൊക്കെ ഇഗ്നോർ ചെയ്ത് കളയും. ഞാൻ ആദ്യം വായിക്കാറുണ്ട്. ആദ്യം വായിച്ചിട്ട് പൊട്ട കമന്റ്സ് ഉണ്ടെങ്കിൽ അത് അപ്പൊ ഡിലീറ്റ് ചെയ്ത് കളയും. ആദ്യം ഞാൻ പിന്നെ അവളോട് പറഞ്ഞു ഡിലീറ്റ് ചെയ്യണം, കിടന്നോട്ടെ. പിന്നെ ആളിനെ പറഞ്ഞു എന്തിനാ ഡിലീറ്റ് ചെയ്യണം, എന്തിനാ ഈ സമയം സമയങ്ങളാണ്. ആ സമയം ഒരു വീഡിയോ വേറെ എക്സ്ട്രാ എഡിറ്റ് ചെയ്തിട്ടൂടെ? സത്യാണ്. പക്ഷെ ഞാൻ അപ്പൊ അതേ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വീഡിയോ അല്ല കമന്റ്സ് വായിക്കാറില്ല, നോക്കാറില്ല. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം വെച്ചാല്, നമുക്ക് യൂട്യൂബിനകത്താണ് നെഗറ്റീവ് കമന്റ്സ് വരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഫുൾ പോസിറ്റീവ്. ഇൻസ്റ്റാഗ്രാം നോക്കാറുണ്ട്. അതാ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. ഇൻസ്റ്റഗ്രാം ഞാൻ പിന്നെ നോക്കും. ഇൻസ്റ്റഗ്രാമിൽ 1-2 ഒക്കെയാ വളരെ പൊട്ട കമന്റ്സ്. വളരെ പൊട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ കാണിക്കണം, അത് കാണിക്കണം, ഇത് കാണിക്കണം എന്നുള്ള ഒരു കമന്റ് വരുള്ളൂ. അല്ലാണ്ട് വെറുതെ വൾഗർ ആയിട്ടുള്ള കമന്റ്സ് ഒന്നും അല്ല വരാറ്. പക്ഷെ എനിക്ക് ചില കമന്റ്സ് ഒക്കെ എനിക്കൊരു ഇത്തവണ ഒരു നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നല്ല, ഞാൻ വായിക്കാറില്ല. എന്റെ അക്കൗണ്ടിലല്ല, നമ്മളിതിൽ ഇട്ടപ്പോ. അപ്പൊ എനിക്ക് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ചിലതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഡാൻസ് കളിക്കുന്നത് ഏതാ വവ്വാലി നിന്നുള്ളതെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര അത് വായിച്ചാൽ ഞാൻ ഞാനത് എനിക്കത് പ്രശ്നമില്ല. എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് മൂഡ് ഓണായി അന്ന്. അല്ല, അങ്ങനത്തെ കമന്റ്സ് ഒക്കെ വരാറുണ്ട്. നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന കമന്റ്സ് വരാറുണ്ട്. അതെ, ഇങ്ങനത്തെ ഇതൊക്കെ നല്ല രസമായിരിക്കും. കളിയാക്കുന്നാലും ഞാൻ അത്ര ഇത് എടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു ചെറിയ ടാസ്ക് ചെയ്താലോ? അപ്പൊ ടാസ്ക് എന്താന്ന് വെച്ചാല്, നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ പറയണം. അതായത് ചേട്ടനെ കുറിച്ചിട്ട് എന്തൊക്കെ ഡിന്നിക്ക് അറിയാം, ഡിന്നിനെ കുറിച്ചിട്ട് എന്തൊക്കെ ചേട്ടൻ അറിയാം. അങ്ങനെ ലവ് മാരേജ് അല്ലേ, അപ്പൊ എല്ലാം അറിയാമായിരിക്കുമല്ലോ. ഓക്കെ,
സെറ്റല്ലേ? ഇത് കഴിഞ്ഞിട്ട് തെറി വിളിക്കാം രണ്ടുപേരും കൂടിയിട്ട്. അതെ, അത് നിങ്ങളുടെ തോന്നലാണ് എല്ലാം അറിയാന്നുള്ളത്. അതിപ്പോ അതിപ്പോ തെളിയും. അതെ, ഇപ്പൊ തെളിയും. അത് ഇതുണ്ട് കേട്ടോ, ജയിച്ച ആർക്ക് സമ്മാനം ഉണ്ട്. സമ്മാനം എന്താ? സമ്മാനം ഡിന്നിയാണ് ജയിച്ചെങ്കിൽ ചേട്ടന്റെ വക ഉമ്മ. ആ, ഞാൻ ജയിച്ചാ ചേട്ടന് എനിക്ക് ഉമ്മ തരും. ആ, ഞാൻ ജയിച്ചാലോ? ഡിന്നി തരും. ഞാൻ ഉമ്മ തരും. എന്തായാലും ഉമ്മ ഉറപ്പാ. ഉമ്മ ഉറപ്പാ. കുഴപ്പമില്ല. ഓരോന്നും ഓരോ ആൻസറാണോ ഇതുണ്ട്? ആ, എന്നിട്ട് മാച്ച് കളയണോ? അല്ലെങ്കിൽ മുകളിൽ എഴുതിയാലും പോരെ? അല്ല, അത് നിങ്ങളുടെ ഇഷ്ടത്തിൽ എഴുതാ നിങ്ങൾക്ക്. ഞാൻ കാണുന്നത് ചേട്ടൻ കാണുന്നത്. ഓക്കെ, താങ്ക്സ്. ഒളിഞ്ഞു നോക്കരുത് കേട്ടോ. ഇല്ല ഇല്ല ഇല്ല, നമ്മളത് ചെയ്യില്ല. അങ്ങനെ ചെയ്യില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിതൊക്കെ മറ്റേ സെലിബ്രിറ്റീസിന് മാത്രം കണ്ടിട്ടുള്ളൂ. എനിക്ക് ഇഷ്ടമായി. നിങ്ങൾ സെലിബ്രിറ്റീസ് അല്ലേ? അങ്ങനെ പറയ്. നമ്മളെ മാർക്കറ്റിൽ നമ്മൾ തന്നെ വേണ്ടേ? നോട്ടഡ് ആയിട്ടുള്ള ആളുകളാണ് സെലിബ്രിറ്റീസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എടാ ഇത് കാൽക്കുലേറ്റ് ചെയ്തോ കേട്ടോ. എന്താ കാൽക്കുലേറ്റ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാനാ പറഞ്ഞത്. കോപ്പരിക്കരുത്, അങ്ങനെ തിരിയരുത്. ഞാൻ കൊപ്പരിക്കില്ല, അതിനാണ് ഞാൻ അങ്ങനെ വെച്ചേക്കണേ. പൊന്നെ മോനെ, ഞാൻ പരീക്ഷയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നില്ല, ഞാൻ ഒരു പഠിപ്പിയാണ്. പഠിപ്പിയായിരുന്നോ? അത്യാവശ്യം, കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാനും. ആണോ? ഇനി ചോദിക്കണ്ട, ഇനി ചോദ്യം ചോദിക്കും. സ്വാഭാവികം. ഓക്കെ, ഓക്കെ. ഫസ്റ്റ് പ്രപ്പോസ് ആക്കിയ ഡേറ്റ്. ചേട്ടനെ എഴുതി അത് അവള് കറക്റ്റ് ആയിട്ട് എഴുതും. അത് വലുതാക്കി എഴുതണോ? സ്ക്രീനിലും കാണിക്കാൻ പറ്റത്തില്ല. സ്ക്രീനിൽ കാണുന്നുണ്ട് അല്ലേ? കാണണം. എന്നാ ഞാൻ മാച്ച് വലുതാക്കി എഴുതാം. ഇയർ വേണോ? അല്ല, അത് ഇയറോ നിങ്ങൾ എങ്ങനെയാണെന്ന് എഴുതിക്കോ. ഇയർ എഴുതി കഴിഞ്ഞാൽ ഇയറിൽ വെച്ച് അഡ്ജസ്റ്റ് മനസ്സിലാക്കാം. കൃത്യമാണത്. കാണിക്കട്ടെ, ഇനി ചേട്ടാ കാണിച്ചു. ആ, കാണിച്ച അങ്ങനെ കാണിക്കേ. ഓ, കറക്റ്റ്. മെയ് 18. ശരി. ഇത് എവിടെ എഴുതിയത്? അപ്പൊ ഇപ്പുറത്ത് എഴുതി മെയ് 18. അത് വേറെ ഡേറ്റ് ശരിയായാലോ? അല്ല, ഇവിടെ മെയ് 18 മാച്ച് കളഞ്ഞത് വലുതാക്കി. ഞാൻ ചോദിച്ചത്. ഞാൻ രണ്ടിടത്തിൽ എഴുതിട്ടേക്കാണ്. ഇല്ല, ഞാൻ അടുത്തത്. അടുത്തത് നെക്സ്റ്റ് വൺ. ഡിന്നിയുടെ ഫേവറേറ്റ് ഫുഡ്. അയ്യോ, അത് കോംപ്ലിക്കേറ്റഡ് ആണ്. അങ്ങനെ എനിക്ക് ഇന്ന ഇഷ്ടം. ഇത് എന്താണ് കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളത്? എന്റെ ഫേവറേറ്റ് ഫുഡോ? അപ്പൊ ചേട്ടൻ അവൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള സാധനം അതല്ല ഉദ്ദേശിക്കണേ. ഫേവറേറ്റ് ചേട്ടൻ എന്ത് കഴിച്ചാലാണ് അവൾക്ക് ഇഷ്ടം വരാ? അയ്യോ, വലുതാക്കി എഴുതണല്ലേ, സോറി. ഒന്ന് വലുതാക്കി എഴുതട്ടെ ഏട്ടാ. കാണിക്ക്. ചേട്ടൻ കാണിച്ചു. നിങ്ങൾ ഞാൻ വിചാരിച്ച പോലെ കേട്ടാ. ഇത് വരുന്നല്ലോ. ഇനി ചേട്ടന്റെ ഫേവറേറ്റ് ഫുഡ്. ചേട്ടന്റെ അങ്ങനെ ഒരു പർട്ടിക്കുലർ ഡിഷ് ഡിഷാണോ അതോ ഫേവറേറ്റ് ആയിട്ട് ഇപ്പൊ കഴിക്കുന്നത് എന്താണെങ്കിലും കുഴപ്പമില്ലേ? ഇപ്പൊ ഞാൻ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും കഴിക്കും. അതുപോലെ അങ്ങനെയാണെങ്കിലും ഇഷ്ടപ്പെട്ട ഐറ്റം എന്താണ്? കഴിക്കാൻ എന്താ ഇഷ്ടമുള്ള എന്താണ്? വല്ലാത്ത എഴുത്താണല്ലോ. ചിക്കൻ ആണോ? കറക്റ്റ്. സ്ലേറ്റിലൊക്കെ എത്ര നാളെ സത്യമായിട്ട് കൊറേ നാളായി. 1ാം ക്ലാസ്സിൽ എഴുതാ. ഡിന്നിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. എന്തെങ്കിലും ചെയ്യാൻ ഇഷ്ടമായിരിക്കുമല്ലോ. മനസ്സിലായില്ല. എന്തെങ്കിലും ഡാൻസ് കളിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനായിരിക്കാം. അങ്ങനെ ഡിന്നിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടപ്പെട്ട കാര്യം എന്താ? ശരി, നിങ്ങളെ ഒരുമിച്ച് ചെയ്യിക്കണേ. അങ്ങനെ ഇഷ്ടമുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആളെഴുതുന്നുണ്ട്. എഴുതി കഴിഞ്ഞു. ഇഷ്ടമുള്ള സംഭവം അല്ല, എങ്ങനത്തെ സംഭവം? എന്തെങ്കിലും ഇഷ്ടം. ഇപ്പൊ വെറുതെ ഇരിക്കാനായിരിക്കാം, ഡാൻസ് കളിക്കാനായിരിക്കാം, ഫുഡ് കഴിക്കാനായിരിക്കാം, പാട്ട് പാടാനായിരിക്കാം, വ്ളോഗ് ചെയ്യാനായിരിക്കാം, നടക്കാനായിരിക്കാം, ഇപ്പൊ ചേട്ടൻ്റെ ഒപ്പം ഇരിക്കാനായിരിക്കാം. അതല്ലേ, ഉണ്ണിയുടെ ഒപ്പം ഇരിക്കാനായിരിക്കാം. അതായിരിക്കും എഴുതുണ്ടാവുക. അതല്ല അത്ര. സ്ലീപ്പ്, നത്തിങ്. എന്തെങ്കിലും എഴുതാൻ പറഞ്ഞിട്ട് അത് ഫേക്കാട്ടാ. എന്തെങ്കിലും എഴുതാൻ പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ അസാധുവാക്കുന്ന. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇഷ്ടമില്ല. സ്ലീപ്പിംഗ് ആണെങ്കിൽ കൂടി അങ്ങനെ ഞാൻ ഉറക്കേയില്ല, എനിക്ക് ഉറക്കേയില്ല. ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണോ? അതെ, അതന്നെ, ആ സാധനം തന്നെ. ഗോയിങ് വിത്ത് ദ ഫ്ലോ. എന്നാ ശരി. വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡ്രീം പ്ലേസ്. ഇവളുടെ അല്ലേ? നിങ്ങൾ ആരുടെയാണേലും രണ്ടുപേർക്കും.
രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടാണല്ലോ പോവാ, ഒറ്റയ്ക്കല്ലല്ലോ. യൂറോപ്പ്, പാരീസ് പോയില്ലേ? പാരീസിലേക്ക് പോയില്ല എന്നാ അതുകൊണ്ടാണല്ലോ നമ്മളത് ആഗ്രഹം. ഇനിയും വിസിറ്റ് ചെയ്യാൻ പോണെന്നാണോ? അല്ല അവള് വന്നിട്ടില്ലേ പാരീസിലേക്ക്? അവള് വന്നിട്ടില്ല, ഞാൻ മാത്രമേ പാരീസിലുള്ളൂ. ആണോ? അതാണോ പറയണ്ടായിരുന്നേ വന്നിട്ട് വരാന്ന്? ഞാനും വിചാരിച്ചു ഡിന്നിയും പാരീസിലാന്ന് വിചാരിച്ചു. അല്ലല്ല ഡിന്നി ഇവിടെ ആയിരുന്നു, ഞാൻ മാത്രമേ പാരീസിലുണ്ടായുള്ളൂ. എന്നെ കൊണ്ടുപോയിട്ടില്ല ഗൈസ്, പക്ഷെ ഞാൻ പോവും. അതാ പറഞ്ഞ യൂറോപ്പ് രണ്ടുപേരും കൂടിയിട്ടുള്ള ഫൈൻ ഫൈൻ സെയിം തന്നെയാണ്. അതെ, യൂറോപ്പ് പാരീസ് ഒക്കെ ആൻസർ തന്നെ. കൂട്ടണില്ലേ? എത്ര? ഇത് കറക്റ്റാ. ഇത് രണ്ടും കറക്റ്റ് ആക്ക്. രണ്ടുപേർക്കും പോയിന്റ്. തല്ല് കൂടിയാല് ആദ്യം വന്ന് മിണ്ടുന്നതാരാ? അയ്യോ, അത് ഡിപ്പെൻസ് ആണ്. എഴുതിക്കോ. എന്തുട്ടല്ല അതിനിങ്ങനെ പറയണേ? കറക്റ്റ്, ഡിപ്പെൻസ് ആണ്. മീ. ഡിന്നി ആദ്യം തന്ന സർപ്രൈസ് എന്താണ്? എന്തെങ്കിലും സർപ്രൈസ് തന്നിട്ടുണ്ടോ ഡിന്നി? എന്തെങ്കിലും? അതെന്താണ്? സർപ്രൈസ് ആയിട്ട് തന്ന ഗിഫ്റ്റ് ഒക്കെ ആണോ? ആദ്യം തന്ന സർപ്രൈസാ? സർപ്രൈസ് ആണോ ഗിഫ്റ്റ് ആണോ? ഗിഫ്റ്റ് ആയിക്കോട്ടെ. സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത്. ചോക്ലേറ്റ്. ഏത് ചോക്ലേറ്റാ? ലവ് ഇറ്റ്. അല്ല, ഡയറി മിൽക്ക്. ആര്? ഡയറി മിൽക്ക് നീ തന്നിട്ടില്ലേ? ഇല്ല. ലവ് ഇറ്റ് തന്നിട്ടുണ്ട്. അതാണ് ആദ്യമായിട്ട് തന്നത്. സാരില്ല, ഞാൻ ഡയറി മിൽക്ക് അല്ല, എന്റെ തെറ്റെന്ന് വെച്ചാല് ഈ ലവ് ഇറ്റിന്റെ കവർ ഇപ്പോൾ എന്റെ കയ്യിലുണ്ട്. അതാ പറഞ്ഞ. എത്ര വർഷം മുമ്പത്തെ? 9 വർഷം മുന്നത്തെ. ആ കവർ ഇപ്പോൾ എന്റെ കയ്യിലുണ്ട്. ഡെഫിനറ്റ്ലി സീരിയസ്ലി ഉണ്ട്. ഞാൻ കണ്ടുണ്ട്. ഇപ്പോഴും ഉണ്ട്. കുറച്ചു ദിവസം മുന്നേ കൂടി കാണിച്ചോളൂ. എങ്ങനെ ഒരു കവറായിട്ടോ? ആ ലവ് ഇറ്റിന്റെ അതായത് നമ്മളുടെ ആ ടൈം പീരീഡില് നമ്മൾ ട്രാവൽ ചെയ്ത സാധനങ്ങള്, അതായത് ഇപ്പൊ ഞങ്ങൾ സിനിമയ്ക്ക് വേണ്ട ടിക്കറ്റ്, പിന്നെ പോലീസ് പിടിച്ചപ്പോൾ പോലീസിൽ ഫൈൻ അടച്ചതിന്റെ റെസിപ്റ്റ്. വെറുതെ. അന്നത്തെ കാലത്ത് വെറുതെ പിടിക്കും, ലൈക് ചെക്കനും പെണ്ണൊക്കെ ഇരിക്കണം, അങ്ങനത്തെ സംഭവത്തിനാണ് പിടിച്ചിട്ടുള്ളത്. വെറുതെ ഞങ്ങള് അങ്ങനത്തെ സംഭവം വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇതിനൊന്നല്ല പിടിച്ചിട്ടുള്ളത്. അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിനല്ലേ പിടിച്ചത്? ഞങ്ങള് വെറുതെ മറ്റേ ഇവിടെ പോയി ഇരിക്കായിരുന്നു. എന്നിട്ട് സ്ഥലത്തിന്റെ പേര് തീരത്ത് ഇരിക്കായിരുന്നു. അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഇരിക്കണ സമയത്ത് ഞാൻ പെട്ടെന്ന് എണീറ്റു. ഇരിക്കണ ആള് ഞാൻ നമുക്ക് പോവാന്ന് പറഞ്ഞത് എണീറ്റു. അപ്പൊ പോലീസ് റോട്ടി കൂടെ പോണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ഇരുന്നു. പോലീസ് അത് കണ്ടു, അതുകൊണ്ട് വന്നതാ, അല്ലെങ്കിൽ വീട്ടിലായിരുന്നു. ഉദ്ദേശിച്ചൊന്നുമില്ല. അല്ല, വേറെ ഒന്നല്ല. ഒന്ന് തരൂ, എടുത്ത് തരൂ. താങ്ക് യു. ഇനി അടുത്തത് അതുപോലെ തന്നെ ചേട്ടൻ ആദ്യം തന്ന ഗിഫ്റ്റ്. അയ്യോ, ഡയറി മിൽക്ക് ആണോ? അത് വേണ്ട, അതിന് ശരിയാക്കും. ഓക്കെ, നെക്സ്റ്റ്. ഡിന്നിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന കാര്യം? അത് ഞാൻ എന്ത് ചെയ്യുമ്പോഴാണ് അവൾക്ക് ഇഷ്ടപ്പെടാത്തത്? അല്ല, ഡിന്നിക്ക് എന്ത് ചെയ്യുമ്പോഴാണ് ദേഷ്യം വരിക? ചേട്ടൻ അതായത് പൊന്നസ് എന്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ ദേഷ്യം വരാം? ഡിന്നിക്ക് ദേഷ്യം വരും എന്തിനാ? അത്രേ ഉള്ളൂ. ചിലർക്ക് ചിലർക്ക് ദേഷ്യം വരും, അങ്ങനെ അതുപോലെ എന്തെങ്കിലും. എന്തുട്ടേ എഴുതി കൂട്ടണേ? ഓ, വെരി ബാഡ്. ഫുൾ ടൈം ടൈം സ്പെൻഡ്. അതന്നെ, ടൈം സ്പെൻഡ്. ഷീ നീഡ് സം ടൈം. അപ്പൊ ഫോൺ നോക്കിയിരിക്കുന്നുണ്ട്. ഫോൺ നോക്കിയിരിക്കുന്നത് എന്റെ ജോലി, അതെവിടെയാണ് ജോലി കാര്യങ്ങളായിട്ടാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. അതാണ് അവൾ ഉദ്ദേശിച്ചത്. ഫോൺ നോക്കിയിരിക്കണു, ടൈം സ്പെൻഡ് ചെയ്യണില്ല. അവൾ ഉദ്ദേശിച്ചത് തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ച ആൾ ഉദ്ദേശിച്ചത് സെയിം തന്നെയാണ്. പക്ഷെ ഞാനത് ഫുൾ ഫോൺ നോക്കി ഇരിക്കണം.
ഇതിപ്പോ നിങ്ങളിപ്പോ എന്താ ചെയ്തിരിക്കണെന്ന് അറിയോ, നിങ്ങൾ ഉദ്ദേശമൊക്കെ ഒന്നാ, പക്ഷെ രണ്ട് രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോ ഞാൻ ഞങ്ങള് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുള്ളൂ. ഇതാണ് നിങ്ങൾക്ക് മനപ്പുറത്തില്ല എന്ന് പറയണേ, ഇത് നല്ല പൊരുത്താണല്ലോ. ആരെ പറഞ്ഞ മനപ്പുറത്തില്ല ഞങ്ങൾ പറഞ്ഞു. അത് ഞങ്ങൾ തമാശക്ക് വിടുതല്ലേ, നിങ്ങൾ എന്താ പറയുന്നത് അറിയാൻ വേണ്ടിട്ട്. അപ്പോഴും പ്രതീക്ഷ അടുത്തത് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കേട്ടാ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് എഴുതിയാൽ മതി. ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. യെസ് ഓർ നോ. വൈഫിനോട് ഇതുവരെ പറയാത്ത സീക്രട്ട് ഉണ്ട്. അത് ആളാണോ എഴുതണ്ടത്, അത് ഞാനാണോ എഴുതണ്ടേ? അത് ചേട്ടൻ എഴുതിക്കോട്ടെ. എഴുതണ്ടേ എഴുതിക്കോ. ഹസ്ബൻഡിനോട് പറയാത്ത സീക്രട്ട് ഉണ്ട്. കാണിക്ക് നോ തന്നെ എഴുതുണ്ടാവുള്ളൂ. സീക്രട്ട് ഉണ്ട്. അതിനെന്താന്ന് നിങ്ങള് കാറിലും പോയി ചോദിച്ചോ. പക്ഷെ കണ്ടോ ഡിന്നിയുടെ മനസ്സിൽ എനിക്ക് സീക്രട്ട് ഉണ്ടാവാൻ മാത്രം ഒന്നും പറയാണ്ടിരിക്കാൻ പറ്റാത്തായിട്ടുള്ള സീക്രട്ടുകളൊന്നല്ല. വേണ്ട പറയണ്ട വിചാരിച്ചിരിക്കുന്നു. അല്ല അതങ്ങനല്ല, അതിപ്പോ എങ്ങനെയാ എന്തെങ്കിലും ആയിട്ട് ആ സംഭവം നടന്നിട്ട് പറയാന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളും ഉണ്ട്. അതാണ് ഉണ്ടാവും, ഡെഫിനറ്റ്ലി ആൾക്കുണ്ടാവും. ഞാൻ പക്ഷേ ചെകയാറില്ല, ഞാൻ ചെകഞ്ഞു നോക്കില്ല. ഒരാളുടെ ഒരു പരിധിക്ക് അപ്പുറം കടക്കരുത്. പേഴ്സണൽ ലൈഫിലേക്ക് എനിക്ക് അതിനുള്ള സ്പേസ് ഉണ്ടാവാറുണ്ട്. ഡിന്നി കല്യാണത്തിന് ഇട്ട സാരിയുടെ കളർ. കല്യാണത്തിനാണോ കല്യാണത്തിന്റെ അന്ന് ഇട്ട സാരിയുടെ കളർ. ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇത് തന്നെയാണോ അതിന്റെ കളർ ഒന്നും എനിക്കറിയില്ല. ലൈറ്റ് റെഡ്, മെറൂൺ ഡാർക്ക് റെഡ് ഉണ്ട്. എന്തോ അത് ആ സാരി കാണിച്ചു കഴിഞ്ഞാൽ വർഷം പറയും. വർഷക്ക് കാണിച്ചു കളറ് എന്റെ ഫോണിലുണ്ട്. അല്ലാതെ അങ്ങനത്തെ ഒരു റെഡ് ഉണ്ട്. ഒരു പകുതി പറയല്ലോ. ശരിക്കും ആ കളറിന്റെ പേര് മെറൂൺ ആണ്. മെറൂൺ ബ്രൗൺ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വന്നേക്കണേ. ലൈറ്റ് റെഡ് അല്ല, അതിന് മാർക്കില്ല. റെഡ് വേറെ ക്വസ്റ്റ്യൻ. ഇനി കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം ട്രിപ്പ് പോയ സ്ഥലം. ട്രിപ്പായിട്ടാണ് പോയത്. ശരിയല്ലോ, സ്ഥലം മനസ്സിലായില്ലേ? കൊണ്ടില്ലേ അതിനകത്ത്? വാഗമൺ മാൽഡീവ്സ് ആണോ? ട്രിപ്പായിട്ട് പോയെന്ന് ഉദ്ദേശിച്ചിട്ടാ. വാഗമണിലേക്ക് നിങ്ങൾ ആരുടെ കൂടെ പോയി? നീ പോയത് ആരുടെ കൂടെയാ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ വാഗമൺ പോയത്? വാഗമൺ എന്താ പോയത്? ട്രിപ്പായിട്ട് പോയതാണോ നമ്മളത്? നമ്മൾ കസിന്റെ വീട്ടിൽ പോയതല്ലേ? ഏത് കസിന്റെ വീട്ടിൽ? വാഗമണിക്ക് നമ്മൾ ശരിയാട്ടോ. ശരിയാ. അല്ലല്ല പോയിട്ടുണ്ട്, റിസോർട്ടിൽ പോയിട്ടുണ്ട്. ഞാൻ മാൽഡീവ്സ് ആള് പോയിന്റ് കണക്കൂട്ടുണ്ടോ? ആൾക്ക് 0, എനിക്ക് കൂടുതൽ. അങ്ങനെയൊന്നുമില്ല. ആദ്യം പോയത് മാൽഡീവ്സ് അത് കഴിഞ്ഞിട്ട് പോയെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഷൂട്ട് ചെയ്തിട്ടില്ല, പരിപാടി കഴിഞ്ഞു. ഡിന്നിയുടെ ബർത്ത്ഡേ. എന്റെ ബർത്ത്ഡേ അത് ഒരിക്കലും തെറ്റില്ല അല്ലേ? തെറ്റാതിരിക്കാനല്ലേ? അതൊരിക്കലും തെറ്റാത്തല്ലേ ഏട്ടാ? ഇതൊക്കെ നോക്കി വെച്ചോട്ടാ. ബർത്ത്ഡേ അല്ല ചോദിക്കേണ്ടിയിരുന്നത്, വെഡിങ് ആനിവേഴ്സറി. വെഡിങ് ആനിവേഴ്സറി ചോദിച്ചെങ്കിൽ പെട്ടനാള്. അതെ. ചേട്ടന്റെ ബർത്ത്ഡേ. ഒരാള് വെച്ച് ഒരാളോട് ചോദിക്കണല്ലേ? കൊള്ളുന്നില്ലല്ലോ, ലേറ്റ് അതിന്റെ പേര് എഴുതാൻ പറ്റാത്ത. എന്റെ ബർത്ത്ഡേ ഞാൻ തെറ്റിക്കില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഡേറ്റ്. അത് വിത്ത് ഇയർ അടക്കം. വിത്ത് ഇയർ അടക്കം. ദൈവമേ,
ഇതൊരു കറക്കി കുത്ത 2 ഓപ്ഷൻ എന്റെ കയ്യിലുണ്ട്. ആകെ 2 ഓപ്ഷൻ ഉള്ളൂ. ഒന്ന് കറക്റ്റ് ആവും, അത് ആൾക്ക് എപ്പോഴും തെറ്റണത്. എന്ന കാര്യം. കാരണം ഞങ്ങൾ ഓൾറെഡി ഫിക്സ് ചെയ്ത ഡേറ്റ് വേറെയാ. ഓ, അതിന്റെ ഒരു പിന്നെ ആളെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടാ. ഞാൻ കറക്റ്റ് ആക്കിണ്ടല്ലോ. ചിലപ്പോ ശരിയാവും, ചിലപ്പോ തെറ്റും. അതെ, ഡിന്ന നോടാ കാണിച്ചേ, ശരിയായി. അയ്യോ, ആ നവംബർ 30 ആയിരുന്നു. ചിലപ്പോ ഞാൻ 30th എന്ന് പറയാറുണ്ട്, ചിലപ്പോ 29th എന്ന് പറയാറുണ്ട്. ശരിക്കും 30 ആയിരുന്നു വരണ്ട കല്യാണം. അത് ഒരു ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ തൊട്ട് 29 മുന്നിലേക്ക് ആക്കി. ആക്കിയത്. അപ്പൊ അതിന്റെ ഇത് എപ്പോഴും വരാറുണ്ട് ആൾക്ക്. വിജയകരമായിട്ട് നിങ്ങൾ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ഓക്കേ ഗയ്സ്, ചേട്ടന് എത്രയായി? അപ്പൊ ചേട്ടന് 10, ഡിന്നിക്ക് 12. ഗിഫ്റ്റ് എടുത്ത ഞാൻ അറിഞ്ഞോണ്ട് തോറ്റതാ. എനിക്ക് എനിക്ക് ഉമ്മ കിട്ടാൻ വേണ്ടിട്ട് തന്നു. എന്തിട്ട് ചേട്ടൻ കൊടുക്കണം. അത് ഞാനോ? എനിക്ക് നാളാട്ടാ. താങ്ക് യു. ഹാപ്പി ഹാപ്പി. ഹാപ്പി. വാഗമണ്ണുള്ളിലെടുക്കണ്ടത് അവളുടെ കൂടെ തന്നെ പോയി വരാനും കൂടെ ഇല്ല. ഞാൻ വെറുതെ പറയണം. അപ്പോഴേക്കും അത് ഏറ്റെടുത്തിട്ട് ഓക്കെ, കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ടാസ്ക്? നല്ലതാ. നിങ്ങളിപ്പോ കോണ്ടന്റ് ക്രിയേഷൻ ആ ഒരു ഇതിലേക്ക് വന്നപ്പോ നിങ്ങൾക്ക് എന്താണ് ഉണ്ടായ മാറ്റങ്ങൾ? ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഞങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് നമ്മൾ പുറത്തേക്ക് കയറുമ്പോൾ ചില ആൾക്കാരുകളൊക്കെ നമ്മളൊന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. ഫോട്ടോ എടുക്കും, സന്തോഷം. അതെ, ഫോട്ടോ എടുക്കണേക്കാൾ ഉപരി സംസാരിക്കുമ്പോൾ വീഡിയോസ് കാണാറുണ്ട്. കാര്യങ്ങൾ, ഉണ്ണിയുടെ കാര്യങ്ങൾ, അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ തിരക്കുമ്പോൾ നമ്മൾ അറിയാത്ത ആൾക്കാർ നമ്മളൊന്ന് ചോദിക്കുമ്പോൾ നല്ലൊരു സന്തോഷം. അത്രേ ഉള്ളൂ. അവരോടും ചോദിക്കും പുറത്തേക്ക് പോണ സമയത്ത്. പിള്ളേരൊക്കെ വീഡിയോ കാണുന്ന അത് പിള്ളേർ ചെറിയ കുട്ടികളൊക്കെ ഒന്ന് കാണാറുണ്ട്, പറയാറുണ്ട്, വീഡിയോസ് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര സന്തോഷം. അപ്പൊ അവരോട് പറയാറുണ്ട് പഠിച്ചോളൂ എന്ന് പറഞ്ഞ് വിടാറുണ്ട്. ഇപ്പൊ ഉണ്ണി ഉണ്ടായല്ലോ, അപ്പൊ ഉണ്ണി ഉണ്ടായിരുന്നതിന് മുന്നത്തെ നിങ്ങള് ഇപ്പൊ നിങ്ങൾ മദർ ആൻഡ് ഫാദർ ആയി. അതിന് മുന്നുണ്ടായിരുന്ന നിങ്ങളും ഇപ്പൊ ഉള്ള നിങ്ങളും തമ്മിൽ എന്താണ് നിങ്ങൾക്ക് വല്ല വ്യത്യാസം? എനി ഫീൽ? ഒരു വ്യത്യാസമില്ല. ഉണ്ണി ഉണ്ടാവണേല് മുന്നേ അല്ല, ഉണ്ണി ഉണ്ടായപ്പോഴാണ് കുറച്ചും കൂടി റീച്ച് വന്നത്. കാരണം ഉണ്ണിനെ അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. ഉണ്ണി ഉണ്ടാവണേല് മുന്നേ നമ്മൾക്ക് സത്യം പറയാലോ അധികം അങ്ങനെ റീച്ച് എന്ന് പറയാനായിട്ടുണ്ടായിരുന്നൊന്നുമില്ല. ഉണ്ണി ഉണ്ടായതിന് ശേഷം നമുക്ക് ഇച്ചിരി കൂടി ആൾക്കാർ കാണാനുണ്ടായി. അതുപോലെ കുറച്ചും കൂടി ഇൻസ്റ്റഗ്രാം ആയാലും യൂട്യൂബ് ആയാലും അവനെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ കാണുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് അപ്പനമ്മ ആയിരുന്നില്ല, ഇന്ന് അപ്പനമ്മയായി. അതൊന്ന് മാറ്റം പറയട്ടെ, ഞാൻ പറഞ്ഞു വരട്ടെ. ഓക്കെ. പിന്നെ ദേഷ്യം ഭയങ്കരമായിട്ട് കൂടി ഇപ്പൊ. ആളായാലും അതങ്ങനെ തന്നെ. പിന്നെ ഇപ്പൊ ആദ്യം നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഓടി വരിക, വണ്ടിയിൽ കയറുക, പോവാ. വേറെ നമുക്ക് ഇങ്ങനെ പ്രിപ്പറേഷൻസോ അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ എടുത്തു വെക്കണ പരിപാടി വളരെ സത്യം. ഉണ്ണി നമ്മുടെ കൂടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവന് വേണ്ട ഫുഡ്, ഡ്രസ്സ്, ഡയപ്പർ ഇതൊക്കെയുള്ള ഒരു ബാഗ് ഉണ്ട്. അതടക്കം എടുത്തിട്ട് നമ്മൾ പോണം. പിന്നെ ഫുൾ അവന്റെ കാര്യങ്ങളാണ് എടുത്തു വെക്കാനുണ്ട്, അല്ലാണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അവന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ച് സെപ്പറേറ്റ് ബാഗ്, കാര്യങ്ങൾ കറക്റ്റ് ടൈം ഷെഡ്യൂൾ ചെയ്യണം. അതൊന്ന്. നമുക്കിപ്പോ ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം ഉണ്ണിക്ക് മുന്നേ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പോവാം. പാതിരാത്രി പുലർച്ചൊന്നും ഇല്ലാണ്ട് നമ്മൾ കുറെ സ്ഥലത്തേക്ക് പോവാറുണ്ട്. പാതിരാത്രി പുലർച്ചയ്ക്ക് നമ്മൾ വീട്ടിലേക്ക് കയറി വരാറുണ്ട്. പക്ഷെ ഇപ്പൊ അത് പറ്റില്ല. എവിടേക്കേലും പോണെന്നുണ്ടെങ്കിൽ അയ്യോ ഉണ്ണി ഉറങ്ങണ സമയം പറഞ്ഞ പോലെ രാത്രിയൊക്കെ ഞങ്ങൾ പുറത്തേക്ക് പോയി ഭക്ഷണം കഴിക്കാനൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ രാത്രി അങ്ങനെ 12 മണിക്ക് 1 മണിക്കൊക്കെ എനിക്ക് പോകാറുണ്ട് മുൻപ്. പക്ഷെ ഇപ്പൊ അത് ഉണ്ണി വന്നതിന് ശേഷം അത് ഭയങ്കര പ്രശ്നം, പോകാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അവനെയും കൊണ്ട് രാത്രി എന്നല്ല ഉച്ചയ്ക്കും പോകാൻ പറ്റില്ല. അവന് ഫുഡ് കഴിക്കണ സമയത്ത് അവൻ പിടിച്ച് വലിച്ചിടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവന് കുറുമ്പനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിപ്പൊ അങ്ങനെയാണല്ലോ. ഫുഡ് കഴിച്ചു തുടങ്ങിയ കാരണം കൊണ്ട് അവൻ നമ്മൾ എന്ത് കഴിക്കണുണ്ടായാലും അവന് വേണം. അപ്പൊ ഒരു ദിവസം ഇതുപോലെ ഞങ്ങള് ഒരു കഫേയിലേക്ക് പോയി. ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവൻ ആ ചായ പാത്രം തട്ടിക്കളഞ്ഞു. അവന്റെ കൈമിക്കാ വീണത്, ചൂട് ചായ. അവൻ കരഞ്ഞില്ല, വല്ലാണ്ട് ഒരു കരച്ചിലേക്ക് പോയില്ല. അപ്പൊ കൊണ്ട് വെള്ളത്തിൽ മുക്കി കൈ. അതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായില്ല. അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾക്കൊന്ന് ഫ്രീ ആയിട്ട് നടക്കാനായിട്ട് പറ്റുന്നില്ല. അതിന് അവന് കുറച്ച് ഏജ് ആവണ വരെ നമുക്ക് ഒട്ടും പറ്റില്ല. അത് നമുക്ക് ഒട്ടും പറ്റില്ല. അതന്നെയാണ് രണ്ടുപേരും കുറെ നാളായിട്ട് നാട്ടിലുള്ള കാരണം കൊണ്ട് അത് തന്നെയാണ് മേജർ ഉണ്ടായ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഫ്രീ ടൈം കിട്ടുന്നില്ല, നമുക്കൊന്ന് ഒറ്റയ്ക്ക് പുറത്തു പോകാനായിട്ട് പറ്റുന്നില്ല. എങ്ങനെയാണ് ഡിന്നി പണ്ടും ഈ ഇതേ ക്യാരക്ടർ തന്നെയായിരുന്നോ? ആളുണ്ടോ ഭയങ്കര എക്സ്ട്രോവേർട്ട് തന്നെയായിരുന്നു?
അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെയാണ്. ഭയങ്കര ആക്റ്റീവാണ്. ഇപ്പൊ കോളേജുകളിലായാലും സ്കൂൾസിലായാലും എല്ലാ പ്രോഗ്രാംസിനും എല്ലാ കാര്യങ്ങൾക്കും ആക്റ്റീവാണ് ആള്. അല്ലടി ഡാൻസ് കളിക്കാനായാലും പാട്ട് പാടാനായാലും എല്ലാത്തിനും ആക്റ്റീവാണ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കോളേജിൽ എന്തെങ്കിലും ഫംഗ്ഷൻസും കാര്യങ്ങളും അങ്ങനെ ഉണ്ടാവും, എല്ലാ കാര്യങ്ങൾക്കും ആക്റ്റീവാണ്. അതിനല്ലേ ഞാനും പറഞ്ഞു. ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോഴും അങ്ങനെ തന്നെ. ഞാൻ എപ്പോഴും വീഡിയോസിൽ കാണുമ്പോൾ എപ്പോഴും ഭയങ്കര സ്മൈൽ ചെയ്തിട്ടുള്ള ഒരു ഫേസ് ആണ്. അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് വീഡിയോയില് മാത്രമേ ഉള്ളൂ. അല്ല, കരയണ ഫേസും ഓഫ് കോഴ്സ് എല്ലാവർക്കും ഉണ്ടാവും. ഹ്യൂമൻ ബീങ്സ് ആകുമ്പോ എല്ലാ ഇമോഷൻസും ഉണ്ടാവല്ലോ. ചേട്ടാ ഉദ്ദേശിച്ചത് എപ്പോഴും സ്മൈൽ ചെയ്തിരിക്കുന്ന ഒരു മുഖമാണ്. അത് വീഡിയോയില് മാത്രം. അതിന്റെ പിന്നില് ഞാൻ വളരെ അതിൽ പിന്നിൽ നിങ്ങൾ കാണാത്ത പല മുഖങ്ങളുണ്ട്. അതെല്ലാവർക്കും ഉള്ള എല്ലാവർക്കും ഇമോഷൻസ് ഉള്ളതാണ്. മാത്രമേ ഉള്ളൂ. ചില വീഡിയോയിൽ നമ്മൾ പറയാറുണ്ട് കുറെ നമ്മൾ ഇപ്പൊ ഞാൻ സംസാരിക്കണ പോലെ കുറെ ഉറക്കം സംസാരിച്ചു എന്ന് വിചാരിക്കും. അപ്പൊ എല്ലാവരും അതിനെ ഭയങ്കര അഹങ്കാരമായിട്ടാണ് കാണുന്നത്. അപ്പൊ അമ്മിച്ചയോടൊക്കെ അത്രയ്ക്കും ഫ്രീഡം ഉള്ളതിന്റെ പേരിലാണ് എന്റെ അമ്മിച്ചെടുത്ത് ഇവള് സംസാരിക്കുന്നത്. അത്രയ്ക്കും ഫ്രീഡം ഉള്ളതിന്റെ പേരിലാണ് അത്രയ്ക്കും ഉറക്കം അല്ല, സംസാരിക്കുന്നത്. ഞാനത് ജാടിട്ട് സംസാരിക്കണല്ല. അത് ഞാൻ സംസാരിക്കുമ്പോ ഉറക്കം സംസാരിച്ചു പോണതാ. അതുകൊണ്ട് അത് ജാട. ചില ആൾക്കാർ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സംസാരിക്കാൻ പാടില്ല, ഭയങ്കര മാനേഴ്സിൽ സംസാരിക്കണം എന്നൊക്കെ. അതൊക്കെ വാക്കുകളിൽ മാത്രം റെസ്പെക്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സംസാരിക്കും. പണ്ടത്തെ കുറെ വയസ്സായ ആൾക്കാർ വീഡിയോസ് കാണുന്നുണ്ട്. അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അല്ല, അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, അവര് അങ്ങനെയാണ് ജീവിച്ച് വളർന്ന് വന്നേക്കണത്. അത് അതിന്റെ അല്ല, എന്റെ ഏജിലുള്ള ആൾക്കാരും കൂടി അങ്ങനെ പറയണ്ട. അതാണ് ചിലര് എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാല്, അവരിപ്പോ മാരേജ് കഴിഞ്ഞ് അവര് പോയിക്കണ ഹസ്ബൻഡിന്റെ വീട്ടില് ചിലപ്പോ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അവർക്ക് സംസാരിക്കാനായാലും ഒക്കെ ലിമിറ്റേഷൻസും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മളെ അവർ ക്രിട്ടിസൈസ് ചെയ്യണത്. നമ്മള് ഫ്രീ ആയിട്ട് സംസാരിക്കണം, ഉറക്കം സംസാരിക്കുന്ന സമയത്ത് അതൊക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ ഉണ്ടാവാറുണ്ട്. ഇവൻ കാറിന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർ കമന്റ് ചെയ്യണം, അമ്മിച്ചേനെ ഫ്രണ്ടിൽ ഇരുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ കമന്റ്സുകളൊക്കെ വരാറുണ്ട്. ആവശ്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെ ഇതായിട്ടൊന്നുമില്ല. ഞാൻ കല്യാണത്തിന് മുന്നേ എങ്ങനെയാണോ അത് തന്നെയാണ് ഇപ്പോഴും. അല്ല, അത് ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല തന്നെയാണ് ഞാൻ പറയുള്ളൂ. അതിന്റെ ആവശ്യമില്ല. നമ്മൾ എങ്ങനെയാണോ അത് തന്നെ എപ്പോഴും കീപ്പ് ചെയ്ത് പോവാ. എനിക്കതാ താല്പര്യമുള്ളൂ. അനുഭവമുള്ളവര് പറയുന്നത് കേൾക്കുക. അത് സത്യാണ്. കല്യാണത്തിന് മുന്നേ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതേപോലെ തന്നെ നമ്മളായിട്ട് ഇരിക്കുക. അത്ര തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ വേറെ ആൾക്ക് വേണ്ടി നമുക്ക് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ ബുദ്ധിമുട്ട്. അത് മാറണത് ടെമ്പററി ആയിട്ട് മാറാനായിട്ട് പറ്റില്ല. ഒരു ദിവസം നമുക്ക് നമ്മുടെ ക്യാരക്ടർ പുറത്ത് വരും. നമ്മുടെ ഉള്ളിലത്തെ സിംഹം പുറത്തേക്ക് വരും. സിംഹം വരും. അതെ, അത് അല്ല, സിംഹത്തിനെ അതാ പറഞ്ഞ അത് നമ്മൾ ആക്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദിവസം വരുന്നു പറഞ്ഞു. നമ്മളായിട്ട് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. അതെ, അല്ല, നമ്മളായിട്ട് നിന്ന് കഴിഞ്ഞാൽ പല ക്രിറ്റിസിസം വരും പല ഭാഗത്തുനിന്നും. മൈൻഡ് കണ്ടു വിട്ടാൽ മതി. അപ്പൊ ഇനി നിങ്ങളുടെ നെക്സ്റ്റ് ഡ്രീം എന്താണ്? നിങ്ങൾ രണ്ടുപേർക്കുള്ള എന്തെങ്കിലും കരിയർ വൈസോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡ്രീം ഉണ്ടോ? എനിക്ക് ഇനി ഇതാണ് ഇപ്പൊ ഒരു പൊസിഷൻ ആയാലും, ഇപ്പൊ കോണ്ടന്റ് ക്രിയേറ്റർ, ഇപ്പൊ യൂട്യൂബർ എന്നുള്ള ഒരു പൊസിഷൻ നല്ല നമുക്ക് പല ആളുകൾ ഇത് ചെയ്യാൻ മടി പിടിച്ചിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങൾ പറ്റാത്തോണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഒരു കംഫർട്ട് സോണിൽ നിന്ന് വിട്ടത് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. പിന്നെ കുറെ വീഡിയോസ് ചെയ്തിട്ടും റീച്ച് ആവാത്ത ആൾക്കാരുണ്ട്. എന്നെ കുറെ ആൾക്കാർ വിളിക്കാറുണ്ട്. റീച്ച് ആവാത്ത ആൾക്കാരുണ്ടാവാറുണ്ട്. പിന്നെ ഇങ്ങനെ എനിക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആയുള്ള ചേച്ചി എന്ന് പറഞ്ഞിട്ട് വിളിക്കണ ആൾക്കാരുണ്ട്. കുറെ പേരല്ല, കുറച്ച് പേര്. അപ്പോ ഞാൻ പറയാറുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അവർക്ക്. അപ്പൊ കുറെ ആൾക്കാരുണ്ട്. നമുക്കിനി അങ്ങനെ ഡ്രീം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഡ്രീം ഉണ്ട്. അത് ഒരു 5 വർഷം കഴിഞ്ഞാൽ യൂറോപ്പിലേക്ക് പോകണം. അപ്പൊ എൻ്റെ ഒരു ഡ്രീമാണ്. ഇപ്പോഴത്തെ എൻ്റെ ഒരു ഡ്രീമാണത്. ഒന്ന് യൂറോപ്പ് പോകണം, എൻ്റെ വീട്ടുകാരെയും കൊണ്ട് പോകണം. അതാണ് എൻ്റെ ഒരു ഡ്രീം. നടക്കട്ടെ ചേട്ടനും. അല്ല, എനിക്കൊരു എന്റർപ്രണർ ആവണം, നല്ലൊരു ബിസിനസ് ബിൽഡ് ചെയ്യണം എന്നാണ് ആഗ്രഹം. അതെ, അപ്പൊ അതൊക്കെ എല്ലാം നല്ല ഹാപ്പി ആയിട്ട് നടക്കട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇനി നല്ല നല്ല വീഡിയോസ് കാണാൻ പറ്റട്ടെ, കണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ആസ്വദിക്കാനും ചിരിക്കാനും എല്ലാത്തിനും പറ്റട്ടെ. അപ്പൊ താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക് യു. അതെ, ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതിലും ഞങ്ങൾക്കും വലിയ സന്തോഷം. അയ്യോ, ഞാൻ അത് തമാശയായിട്ട് പറഞ്ഞതല്ല കേട്ടോ. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇങ്ങനെയാണ് സെറ്റ്, ഇങ്ങനെയാണ് ക്യാമറ, ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ വർക്ക് ചെയ്യണത്, ഇങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ എടുക്കണത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും വന്നിട്ടില്ല. വിളിച്ചിട്ടുണ്ടെങ്കിലും കൂടി ഇപ്പോഴാണ് നമുക്കൊരു സമയം കിട്ടിയത് വരാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം. ഇത്രയും ഹാപ്പി ആയതുകൊണ്ട് നമുക്കൊരു ടാസ്കും കൂടി ചെയ്യാം. ഒരു ബ്ലൈൻഡ് ടെസ്റ്റ് ആണ് കേട്ടോ. കണ്ണടച്ച സാധനം തൊട്ടിട്ട് പറയണം എന്താന്ന് പറയണം. ഒരു മിനിറ്റ്. അതിനുള്ള ജീവനുള്ള സാധനങ്ങളൊന്നും വെക്കരുത്. അതൊന്നും പറയാൻ പറ്റില്ല. എന്താന്നത്? എനിക്ക് പേടിയാ. അതൊന്നും കുഴപ്പമില്ല. എവിടെ ഇരിക്കണേ? ടേബിള് 2 കൈ എടുത്തോ ആണെങ്കിൽ എന്റെ കൈ അവിടേക്കൊന്ന് കടിക്കില്ല എന്തായാലും.
മാന്തോ അത് എടാ അതാ ഞാൻ പറഞ്ഞ എന്തെങ്കിലും കടിക്കണതൊക്കെ ആണെങ്കിൽ കടിക്കില്ല. ഞാൻ കടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ചത്തുപോലെ ചത്തൂല. മാന്തോ ഇല്ല, മാന്തണ്ടെന്ന് പറയാൻ വേണ്ടി എടുത്തടാ. മാന്തല്ല ഏട്ടാ. എന്തിനാ കാണിക്കണേ? അത് നീ 2 കൈ കൊണ്ട് പിടിക്കാതെ ഇതായതല്ലോ. പിടിച്ചോ ചെയ്യില്ലോ. ചെറിയൊരു വഴിക്കലുണ്ടാവുള്ളൂ. ഒന്ന് പിടിക്കാന്നാ. ചേട്ടൻ പിടിക്കണേ. അതല്ല ഒന്ന് കൈ പിടിപ്പിക്കാന്നാ. നിനക്കുള്ള ടാസ്ക് ആണ് അത്. വേദനിക്കുവാന് പതുക്കനത്. എനിക്കറിയില്ല ഏട്ടൻ തൊട്ടാന്ന്. എനിക്കറിയില്ല. നോക്ക് ഇല്ല എനിക്കറിയില്ല എന്തൊരു സാധനം. ഇല്ലില്ല തൊട്ട് അന്നെ കൈ ഒന്ന് കൈ വെച്ചെടുക്ക്. എന്നിട്ടാന്ന് പറ. എനിക്കറിയില്ല ഞാൻ തൊടില്ല. ലാസ്റ്റ് കാണിച്ചു തരാം. പ്രശ്നമൊന്നുമില്ല. എന്റെ കൈമ തൊട്. കൈ ഒന്ന് തൊടിപ്പിച്ച് തായോ. തോടടി എനിക്കറിയില്ല ഏട്ടാ. അതെടുത്തോ, പതുക്കിനെടുത്തോ. 2 കൈ പിടിച്ചോ. പിടിക്കടി മൊത്തത്തിൽ ഇതാക്ക്, കയ്യിലാക്ക്, കംപ്ലീറ്റ്ലി കൈയുടെ ഉള്ളിലാക്ക്. അതിന് പീച്ചല്ലേ പിടിച്ചാ ഇങ്ങനെ മതിയാ? നിനക്ക് മനസ്സിലാവണം. എനിക്കറിയില്ല ഏട്ടാ. പീച്ച പാടില്ല. പീച്ച് പാടിയത് തിരിഞ്ഞു കൊത്തുവങ്ങ്. എനിക്കറിയില്ല എന്നിട്ടാന്ന് എനിക്കറിയില്ല. ഇത് ജീവിയാണോ അതെ വേറെ? ഇത് ജീവിയല്ല. ജീവിയല്ല. കടിക്കൊന്നുമില്ല. ജീവിയല്ല. പക്ഷെ അതിനെ പീച്ചരുത്. ഒന്ന് പിടിക്ക്. എന്താ പീച്ചരുത്? കയ്യിലെടുത്തോ നീ, എന്നാലല്ലേ മനസ്സിലാവുള്ളൂ. ജീവിയല്ല. അതെന്തിട്ടത് ഉള്ളി അടിഭാഗത്തൊക്കെ എന്തിട്ടാ? അതാണ്, അതൊക്കെ ഭയങ്കര എന്താണ് കുറച്ച് ഇതായിട്ടുള്ള ഭാഗം. എന്താ ഈ സാധനം? മനസ്സിലാക്കാതെ ഇത് മറ്റേ ഒന്നില്ലെങ്കിൽ കോളിഫ്ലവർ അല്ലെങ്കിൽ ബ്രോക്കോളി അല്ലേ? തുറന്ന് കാണിക്കണം. കോളിഫ്ലവർ. നെക്സ്റ്റ് ടേബിളുണ്ടാ? ഇത് ജീവനാണ് കേട്ടോ. ജീവനുള്ളത്? ധൈര്യം കാണിക്കേ. ധൈര്യം ഇല്ല, ഇത്തിരി ധൈര്യം കുറവാ. ഇതാണോ? ഞാൻ തൊട്ടതാണോ സാധനം? ഒന്ന് തൊടിപ്പിച്ചേ. തൊട്ടോ? ചെറുപ്പം പീച്ചിലിട്ടതിനെ പാലും പിടിക്കല്ലേ? വിഷമൊന്നുമില്ല, കുഴപ്പമില്ല. നമ്മള് പറഞ്ഞു വാങ്ങിക്കണത്. ക്യാരറ്റ്. ഓക്കെ, വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ. തൊട്ടോ ഫ്രണ്ടിലേക്ക്, കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പിടിച്ചോ. വെളുത്തുള്ളി. ഭയങ്കര സിമ്പിൾ. ഇന്ന് കുറച്ച് ലൈവ് ആയിട്ടുള്ള എന്തെങ്കിലും വെക്കി. അതാ പറഞ്ഞേ. അത് വെക്കാം. അതൊന്നും വെക്കില്ല കേട്ടാ. അത് വെക്കും, പറഞ്ഞാൽ വെക്കും. വെച്ചിട്ടുണ്ട്. വെച്ചാ ഇത് പറ, ജീവനുള്ളതാ? അതൊന്നും പറയാൻ പറ്റില്ല. പതുക്കനെ നീ പിടിച്ചാൽ മതിന്നുള്ളൂ. ഇവിടെയാണോ? ഇഞ്ചി. താങ്ക് യു. ഇഞ്ചി അല്ലേ? യെസ്. ഇനി മറ്റേ സാധനം വെച്ചോ. ആദ്യം വെച്ചാൽ ജീവനെ വയ്ക്കാം. ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ലൈഫ് ടൈം സെറ്റിൽമെന്റാ. ഇത് ജീവിയാട്ടോ. അതിന് പീച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇഷ്യൂ ഉണ്ടാകരുത്. ആവേശം കൂടിയതാ. ക്യാപ്സിക്കാണോ? ക്യാപ്സിക്കം. കറക്റ്റ്. ഇതാണ് ആദ്യം വെച്ചത്. അപ്പൊ ഇത് ആദ്യം പറയായിരുന്നില്ലേ? ഞാൻ ജീവിയാന്ന് വെച്ചിട്ടാ ഞാൻ ഒന്നും ചെയ്യാണ്ടിരുന്ന അതിനെ തൊടാൻ പറ്റില്ല. എന്റെ കറക്റ്റാ, അത് ചിലർക്ക് കറക്റ്റ് ആവില്ല കേട്ടോ. ഓക്കെ, ഇനി ചേട്ടനെ വെച്ച് കൊടുക്കാവോ? ഓക്കെ, നോക്കട്ടെ. യെസ്. തൊട്ടോ. ടഫ് തന്നെയുള്ളൂ. വെരി ടഫ്. ഇത് ആക്ച്വലി പോക്കറ്റിൽ വെക്കുന്ന സാധനമാണ്. കൈമുറിയത് വീശി ഇതാക്കരുത്, കയ്യില് മുറിക്കരുത്. മുറിക്കണ്ട. ചീർപ്പ്. ചീർപ്പ്. സിമ്പിള് സാധനങ്ങൾ വെക്കില്ലേ? എന്താ വർഷം അത്? വെച്ചു. നീ എന്താ ചിരിക്കണം എന്നുണ്ടെങ്കിൽ പച്ചമുളക് കൊണ്ട് വെച്ചു.
ഓക്കെ നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ എടുത്തോട്ടെ. ഇത് ലിപ്സ്റ്റിക് അല്ലെങ്കിൽ അതെ ഒന്നെങ്കിൽ ലിപ് ബാം അല്ലെങ്കിൽ ലിപ്സ്റ്റിക്. ഓന്റെ പൊന്നേ എനിക്കൊന്നും വാങ്ങി തന്നിട്ടില്ല സാധനങ്ങളും. എനിക്ക് ലിപ്സ്റ്റിക് ഞാൻ കഴിഞ്ഞ വർഷം പാരീസ് വന്നപ്പോൾ സെഫോറയുടെ ലിപ്സ്റ്റിക് മേടിച്ചിട്ടുണ്ടല്ലോ. അയിന് ലിപ്സ്റ്റിക് അല്ലേ ലിപ് ബാം. ഓക്കെ ലാസ്റ്റ് കേട്ടോ, ലാസ്റ്റത്തെ സിമ്പിൾ കഴിഞ്ഞു. വെച്ചോ വെക്കാൻ പോണു. ടഫില്ല വെച്ചു. ചോക്കിന്റെ കഷ്ണം ഇതാൾക്ക് ഭയങ്കര സിമ്പിളായി പോയി. കഴിഞ്ഞു. ടാസ്ക് കഴിഞ്ഞു. വെരി വെരി സിമ്പിൾ. വെരി വെരി സിമ്പിൾ. ഞാൻ നിങ്ങൾക്ക് സന്തോഷത്തിന്റെ ടാസ്ക് ആണെന്നല്ലേ. അതെ അത് മതി, നല്ല കാര്യം, ഇഷ്ടപ്പെട്ടു. നല്ല കാര്യം. ഓക്കെ, നമ്മൾ കുറച്ച് എന്റർടൈൻഡ് ആയിരിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ കുറച്ച് ടാസ്ക് തോന്നുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ. ഇനിയും നല്ല രീതിയിൽ വളരാൻ പറ്റട്ടെ, വളരാതെ ഇവിടെ പോവാനല്ലേ, അങ്ങനെയാണ്. അപ്പൊ ഇനിയും നല്ല റീച്ചസ് ഒക്കെ ഉണ്ടാവട്ടെ. യൂട്യൂബ് ചാനൽ ഇനിയും വളർന്ന് മില്യൺസ് ഒക്കെ അടിച്ച്, 2 മില്യൺ 3 മില്യൺ ഒക്കെ പോട്ടെ. അതെ അതെ, ഡയമണ്ട് പ്ലേ ബട്ടൺ ഒക്കെ കിട്ടാനുള്ള ഒരു അവസരം കിട്ടും. നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാലല്ലേ പക്ഷെ കുന്നിക്കുരു കിട്ടും എന്നല്ലാണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ അതൊക്കെ കിട്ടാൻ അല്ല കിട്ടട്ടെ, ഞാൻ അല്ലേ പറയണേ. കിട്ടി കഴിഞ്ഞാൽ എന്ത് തരും എനിക്ക്? എന്താ വേണ്ട വർഷക്ക് ആ പ്ലേ ബട്ടൺ തന്നാ പോയി. അയ്യ ഇല്ലാണ്ട് ഞാൻ പറഞ്ഞാണേ. അയ്യ കാണിക്കണേ ഇല്ല. ഓക്കെ, കിട്ടട്ടെ, അങ്ങനെ നല്ല രീതിയിൽ എല്ലാം ചെയ്യാൻ പറ്റട്ടെ. പിന്നെ ഡ്രീംസ് യൂറോപ്പിലേക്ക് എത്തി അവിടേക്ക് ഫാമിലിയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് പോട്ടെ രണ്ടുപേരും. എന്നും ഇങ്ങനെ മനപ്പൊരുത്തത്തോടു കൂടി പോകട്ടെ. കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്. ഓക്കെ, നിങ്ങളപ്പോ നമ്മളെ വിളിച്ചപ്പോ പെട്ടെന്ന് തന്നെ വരാന്ന് പറയും ചെയ്തു. അതിൽ നമുക്ക് വളരെ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഓക്കെ, ബൈ.